അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. നമ്മള് പിന്നെ ബൈത്തു സക്കീന ഫാമിലി സീരീസിന്റെ ഒരു റിവിഷൻ ആൻഡ് റിഫ്ലക്ഷന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഗൂഗിൾ മീറ്റ്. അതായത് നേരത്തെ നമ്മുടെ ഐഷ എടുത്ത് കഴിഞ്ഞ ഒരു ക്ലാസ്സുകളാണ് ഫാമിലി സീരീസിലെ ബൈത്തു സക്കീന ക്ലാസ്സുകൾ. മാഷാ അല്ലാഹ്. അപ്പോ നമ്മള് ആ ക്ലാസ്സുകൾ എന്ന് വെച്ചാല് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ട കാര്യങ്ങളാണ്. നമുക്ക് സമാധാനമുള്ള ഒരു വീട്, ഓരോരുത്തരുടെയും വീടുകൾ സമാധാനമുള്ള ഒരു വീടായി മാറണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ആ കാര്യങ്ങൾ വെച്ചാൽ ഒരു തവണ കേട്ട് പോയാൽ പോരാ. അപ്പൊ വീണ്ടും വീണ്ടും ഇങ്ങനെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് അതിനെക്കുറിച്ച് കേൾക്കണം, ചർച്ച ചെയ്യണം. എന്നിട്ട് നമ്മൾ കൊണ്ടുവരേണ്ട കാര്യങ്ങൾ കൊണ്ടുവരണം. അപ്പൊ അതിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു റിഫ്ലക്ഷനും റിവിഷനും സെക്ഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. മാഷാ അല്ലാഹ്. അപ്പൊ ഈ ആഴ്ച റളിയ എന്ന് പറയുന്ന ഒരാളാണ് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും, അവർക്കും പറയുന്ന എല്ലാവർക്കും, കേൾക്കുന്നവർക്കും ഈ കാര്യങ്ങൾ ഉൾക്കൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഏറ്റവും നല്ല രീതിയിൽ പരിശുദ്ധ റമളാനിനെയും വരവേൽക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ്. റളിയ ക്ലാസ് എടുത്തോളൂ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി. കേൾക്കുന്നുണ്ട്. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ ലാ സഹല ഇല്ലാ മാ ജഅൽതഹു സഹല വഅൻത തജഅലുൽ ഹസ്ന ഇദാ ശിഅത സഹല. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ തയ്യിബ വഅമലൻ മുതഖബ്ബല. ഇന്ന് നമ്മൾ ആയിഷ മാമിൻ്റെ ക്ലാസ്സിൻ്റെ റിവിഷൻ ക്ലാസ് ആണ് അസീന ടീച്ചർ പറഞ്ഞ പോലെ. അപ്പം നമ്മളിപ്പോൾ നാലാമത്തെ ക്ലാസ്സാണ് ഫാമിലി ഇൻട്രാക്ഷൻസിലെ. ഇപ്പം മുന്നേയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ എങ്ങനെ ഒരു നല്ല ലിസണർ ആവാമെന്ന് പഠിച്ചു. അപ്പോൾ അതിനുശേഷം നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളെ വീടുകളിൽ നമ്മുടെ പിന്നെ കുടുംബാംഗങ്ങളോട്, നമ്മുടെ ചുറ്റുപാടുള്ളവരോട് എങ്ങനെ നമ്മൾ നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആവാം, എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ഒരു ഡയലോഗ് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതിനെ പറ്റിയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും നമ്മളെ വീടുകളിൽ പിന്നെ നല്ല രീതിയിൽ തന്നെ സംസാരിച്ച് മുന്നോട്ട് പോകുന്നവരായിരിക്കും. അങ്ങനെ പലപ്പോഴും പിന്നെ നമ്മുടെ സംസാരങ്ങളൊക്കെ ഈ പറയുന്നത് എന്നെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. പലപ്പോഴും പിന്നെ നമുക്ക് തന്നെ നമ്മുടെ സംസാരങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റാതാവാറുണ്ട്. പിന്നെ അപ്പോൾ അതിന് പല കാര്യങ്ങളും, പല ഘടകങ്ങളും, പല റീസൺസും ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി, ആ റീസൺസിനെ പറ്റിയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മലയാളികളുടെ ഇടയിൽ തന്നെ ഇപ്പോൾ ഡയലോഗ് എന്ന് പറഞ്ഞ ഒരു വേർഡ് തന്നെ ഒരു നെഗറ്റീവ് സെൻസിലാണ് നമ്മൾ മിക്കവാറും യൂസ് ചെയ്തത്. അവള് ഭയങ്കര ഡയലോഗാണ്, അല്ലെങ്കിൽ അവൻ്റെ ഡയലോഗ് കേട്ടാൽ മതി, അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ പിന്നെ ഡയലോഗിനെ തന്നെ നമ്മളൊരു നെഗറ്റീവ് സെൻസിലാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. പക്ഷെ ഡയലോഗ് എന്ന് പറഞ്ഞത് നമ്മൾ ആയിഷ മാം നമുക്ക് പറഞ്ഞെന്ന മാതിരി നമ്മൾ ഓരോരുത്തരുടെയും ഒപ്പീനിയൻസിന് വില കൊടുത്തുകൊണ്ട് നമ്മൾ അവസാനം ഒരു നല്ലൊരു കൺക്ലൂഷനിൽ എത്തുക. അതാണ് ഡയലോഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ അർത്ഥമാക്കുന്നത്. അതൊരു പ്രൊഡക്റ്റീവ് കമ്മ്യൂണിക്കേഷനിലേക്ക് എത്തുക, അതിലൊരു പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾ ഡയലോഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഞാൻ പറയുന്നത് ആണ് ശരി എന്ന് സ്ഥാപിക്കാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ അല്ല ഡയലോഗ്. അല്ലാതെ നമ്മൾ മറ്റുള്ള ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെയും കൂടി നമ്മൾ പരിഗണിച്ചുകൊണ്ട്, അവരുടെ അഭിപ്രായങ്ങളെ കൂടി മാനിച്ചുകൊണ്ട്, ഇപ്പോൾ അവിടെ അഭിപ്രായം ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു തെറ്റായിരിക്കാം, എന്നാലും നമ്മൾ അവരുടെ അഭിപ്രായങ്ങളെ പരിഗണിച്ചുകൊണ്ട് നല്ല രീതിയിൽ കാര്യങ്ങൾ ബോധിപ്പിക്കുക, അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഒരു ഡയലോഗ് എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. പക്ഷെ പലപ്പോഴും നമ്മുടെയൊക്കെ വീടുകളിൽ പിന്നെ നമ്മുടെ മക്കളോടായാലും, പിന്നെ വൈഫ് ഹസ്ബൻഡ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, മാതാപിതാക്കൾ മക്കൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഒക്കെ ആയാലും അതൊക്കെ നടക്കുന്ന രീതി
പിന്നെ ഒന്നെങ്കിൽ നമ്മൾ മക്കളോടാണെങ്കിൽ നല്ല അതോറിറ്റി ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ പറയുന്നതൊക്കെ മക്കൾ കേട്ടോളണം. എന്നാൽ അവർക്ക് ഇങ്ങോട്ടേക്ക് എന്തെങ്കിലും പറയാനുള്ള അവസരം പിന്നെ പല മാതാപിതാക്കളും ഞാനടക്കമുള്ളവരാണ് കുറിച്ചാണ് പറയുന്നത്, മാതാപിതാക്കളും നൽകാറില്ല. അപ്പൊ ഞാൻ പറയാ, നീ കേൾക്കുക എന്നതിലപ്പുറം അവർക്കും കൂടി ഒരു റോളുണ്ട് ഈ കമ്മ്യൂണിക്കേഷനിൽ എന്നത്, അല്ലെങ്കിൽ അവർക്കും അഭിപ്രായം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാതെയാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ പിന്നെ അഭിപ്രായങ്ങൾ അവരിൽ അടിച്ചേൽപ്പിക്കാറുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ഹസ്ബൻഡ് വൈഫായാലും ഇപ്പോൾ ഏതൊരു അതോറിറ്റി കീപ്പ് ചെയ്യുന്ന ഒരാളായാലും അവരുടെ കീഴിലുള്ള ആളുകൾ ഞാൻ പറയുന്നത് കേട്ടോളാം എന്നൊരു നിലപാടിൽ പോകുമ്പോഴാണ് അവിടെ ഒരു പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ ആയി പോകുന്നത്. അപ്പൊ അവരെ കൂടി പരിഗണിക്കുക. എല്ലാ മനുഷ്യന്മാരുടെ ഉള്ളിലും ഉള്ള ഒരു ആവശ്യമാണ് പൊതുവെ കുട്ടികളിൽ പിന്നെ നീഡ്സ് ആണ് ലവ്, കെയർ, പിന്നെ അതുപോലെ തന്നെ റെക്കഗ്നീഷൻ, സെക്യൂരിറ്റി, ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഒരു മനുഷ്യന് അവരുടെ ലൈഫിൽ ഒരു ഫുൾഫിൽമെന്റ് പിന്നെ ഫീൽ ചെയ്യുള്ളൂ. അപ്പൊ അത് വീട്ടിൽ നിന്ന് കിട്ടേണ്ടത് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ മക്കൾക്ക് നമ്മളോട് കാര്യങ്ങൾ സംസാരിക്കാനുള്ള ഒരവസരം ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ അവര് പിന്നെ വേറെ പല വഴികളും തേടിപ്പോകും. നമുക്ക് തന്നെ അറിയാം, പല കുട്ടികളും വഴിതെറ്റി പോകുന്നത് തന്നെ പിന്നെ വീടുകളിൽ ഇത്തരം സംസാരങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് വൈ ഡു വി നോട്ട് ഇന്ററാക്ട്, അതിന്റെ കാരണങ്ങളെ കുറിച്ച് നമ്മളൊന്ന് കാണാൻ വേണ്ടി പോവാണ്. അപ്പോ നമ്മുടെ നാട്ടിൽ രണ്ട് പിന്നെ സ്ഥാനങ്ങൾ, അതിന് നമുക്ക് പ്രത്യേകിച്ച് യാതൊരു പിന്നെ യോഗ്യതയും ആവശ്യമില്ലാത്ത രണ്ട് സ്ഥാനങ്ങളുണ്ട്. അപ്പോ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അതെന്താണെന്ന്? നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുന്നതാണ്. ആർക്കെങ്കിലും ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? പൊതുവെ നമ്മുടെ നാട്ടിൽ രണ്ട് സ്ഥാനങ്ങളുണ്ട്. അപ്പൊ ഒന്ന് പാരന്റ് ആവാന്നുള്ളത്, ഒന്ന് മന്ത്രി ആവാന്നുള്ളത്. അത് രണ്ടിനും ഏജ് മതി. 18 വയസ്സായി കഴിഞ്ഞാല് പിന്നെ നമുക്ക് മന്ത്രിമാരാവാണെങ്കിൽ ജനങ്ങൾ തെരഞ്ഞെടുത്താൽ മന്ത്രിമാരാവാം. അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞ് കുട്ടികളുണ്ടായ നമ്മൾ പാരന്റ്സ് ആയി. അതിന് പ്രത്യേകിച്ച് നമുക്ക് എന്ത് കിട്ടുന്നില്ല, ഗൈഡൻസ് ഒന്നും കിട്ടുന്നില്ല. നമ്മള് പിന്നെ കുട്ടിയെ കൈ കിട്ടുമ്പോഴാണ് നമ്മൾ പിന്നെ ഒരു പാരന്റ് ആവുന്നതും പിന്നെ അതിനെ കുറിച്ച് കൂടുതൽ പഠിക്കുന്നതും. പിന്നെ നമുക്ക് അതിന്റെ മുന്നേ കണ്ടിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും നമുക്കുള്ള അനുഭവത്തിൽ വരുമ്പോഴാണ് നമുക്ക് ഒരു കുട്ടിയെ എങ്ങനെ വളർത്താം എന്നൊക്കെ നമ്മൾ പഠിച്ചു വരുന്നത്. ഇപ്പോ 2-3 കുട്ടികളുള്ള പാരന്റ്സിനൊക്കെ അറിയാം, ഫസ്റ്റത്തെ ചൈൽഡ് ഉണ്ടാവുമ്പോൾ പിന്നെ നമുക്ക് പല മിസ്റ്റേക്സും ഉണ്ടാവും. പല മിസ്റ്റേക്സും നമ്മൾ വരുത്തിയിട്ടുണ്ടാവും അവരെ വളർത്തുന്ന സമയത്ത്. പിന്നെ എങ്ങനെ എടുക്കാന്ന് അറിയാത്തവരുണ്ടാവും, എങ്ങനെ പിന്നെ ഫീഡ് ചെയ്യാന്ന് അറിയാത്തവരുണ്ടാവും. പിന്നെ ഞാനൊക്കെ കുറെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പിന്നെ വീട്ടില് കുട്ടികൾ, സിബ്ലിങ്സിന് കുട്ടികളുണ്ടാവും, കസിൻസിന് കുട്ടികളുണ്ടാവും. എന്നാലും നമ്മൾ അനുഭവത്തിൽ വരുമ്പോഴാണ് പിന്നെ നമ്മൾ കുറെ കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുമെന്ന് നമുക്ക് മനസ്സിലാവാം. അതുപോലെ തന്നെയാണ് നമ്മൾ പാരന്റ്സ് ആയി കഴിഞ്ഞാൽ അതുപോലെ തന്നെ പിന്നെ കുട്ടികൾ വളരുന്നതനുസരിച്ച് അവരുടെ ഡെവലപ്മെന്റ് പിന്നെ നടക്കുന്നതനുസരിച്ച് നമുക്ക് ഓരോ കാര്യങ്ങളും പിന്നെ തിരിച്ചറിയുകയും നമുക്ക് അതിൽ മാറ്റങ്ങൾ വരുത്തണം എന്ന് നമ്മൾ ചിന്തിക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മളെല്ലാവരും തന്നെ ഇപ്പോൾ കുട്ടികളെ വളർത്തുന്ന കാര്യത്തിൽ ആസ് പാരന്റ്സ് വി ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ വേ വി ആർ ബ്രോട്ട് അപ്പ് ഇൻ ദ പാസ്റ്റ്. അപ്പോൾ നമ്മൾ പാരന്റ്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ആദ്യം ചെയ്യുക? നമ്മളെ പാരന്റ്സ് നമ്മളെങ്ങനെ വളർത്തിയോ അതുപോലെ നമ്മളെ കുട്ടികളെയും വളർത്താൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുക. പക്ഷെ പിന്നെ നമുക്ക് അത് തന്നെ അറിയുള്ളൂ. പിന്നെ കുട്ടികൾ ഇപ്പൊ നമ്മളെ പാരന്റ്സ് എങ്ങനെയാണ് നമ്മളെ കെയർ ചെയ്തത്, അല്ലെങ്കിൽ നമ്മളെ സിബ്ലിങ്സ്, അല്ലെങ്കിൽ നമ്മളെ കസിൻസ് അവരുടെ മക്കളെ എങ്ങനെയാണോ കെയർ ചെയ്ത് അത് ആ രീതിക്ക് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കും. പിന്നെ അപ്പം അത് പിന്നെ വർക്ക് ആവുന്നില്ല എന്ന് പിന്നെ തോന്നിക്കഴിഞ്ഞാലാണ് നമ്മൾ വേറെ ഒന്നിലേക്ക് ചിന്തിക്കുക. പക്ഷെ പലപ്പോഴും നമ്മളൊന്നും അങ്ങനെ ചിന്തിക്കാറൊന്നുമില്ല. പിന്നെ എല്ലാവരും തന്നെ ഇപ്പോൾ പഴയ കാലത്തുള്ള ആളുകൾ അവരുടെ മക്കളെ ഗ്രാൻഡ് പാരന്റ്സ് വളർത്തും. പിന്നെ അത് കഴിഞ്ഞാൽ പാരന്റ്സ് എങ്ങനെ വളർത്തിയത് പിന്നെ അതിങ്ങനെ തുടർന്നു പോവാണ്, ജനറേഷൻ വഴി ഇങ്ങനെ തുടർന്നു പോവാണ്. അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും നമ്മൾ പിന്നെ അറിയുന്നും കൂടിയില്ല, നമ്മൾ അതിനെ പറ്റി ചിന്തിക്കുന്ന കൂടിയില്ല. അപ്പൊ നമ്മളെ ചിന്തയൊന്നും വർക്ക് ചെയ്യുന്നേ ഇല്ല. നമുക്ക് ഏറ്റവും എളുപ്പമുള്ള, നമുക്ക് അടുക്കളയിൽ തന്നെ നമുക്കറിയാം
ഏറ്റവും എളുപ്പം നമുക്ക് ടിപ്സും ട്രിക്സും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വേഗം അത് നമ്മൾ പിന്നെ വേഗം വെള്ളം തൊടാതെ വിഴുങ്ങാൻ ശ്രമിക്കും. അതുപോലെ തന്നെയാണ് കുട്ടികളെ വളർത്തുന്ന രീതിയാലും. നമുക്ക് മുന്നേ കിട്ടിയ ഒരു അറിവ് വെച്ചിട്ട് നമ്മൾ അങ്ങനെ തുടർന്നു പോകും. അത് ശരിയോ തെറ്റോ, പിന്നെ കുട്ടികൾക്ക് അത് പിന്നെ എഫക്റ്റീവ് ആണോ, അതൊന്നും നമ്മൾ ചിന്തിക്കാറ് പോലുമില്ല. ഇപ്പോ പണ്ടത്തെ ആളുകളൊക്കെ പറയുന്ന കേൾക്കാം, ഒന്നാണെങ്കിൽ ഒലക്കൊണ്ട് അടിച്ചു വളർത്തണമെന്ന്. അപ്പോ പിന്നെ അമ്മമ്മൊക്കെ പറയുന്ന കേൾക്കാം, അപ്പോ തല്ലി വളർത്തിയാലേ നന്നാവുള്ളൂ എന്നുള്ളൊരു കൺസെപ്റ്റിൽ നമ്മൾ കുട്ടികളെ ചെറുപ്പം മുതലേ തല്ലാൻ തുടങ്ങും. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികളെ തല്ലിക്കഴിഞ്ഞാൽ അവര് അവരുടെ വഴി നോക്കി പോകും. അവർക്കതൊന്നും ഉൾക്കൊള്ളാനുള്ള ശേഷിയില്ല. പണ്ടത്തെ കാലത്ത് കുട്ടികൾ ഒരു തല്ല് കിട്ടിയാലൊന്നും പിന്നെ തിരിച്ചൊന്നും മറുത്തൊന്നും പറയൊന്നുമില്ല. പിന്നെ നമ്മളിപ്പോ വഴക്ക് പറഞ്ഞാലും അവര് അത് കേൾക്കാനുള്ള ബാധ്യത എനിക്കുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അവര് മിണ്ടാതിരിക്കും. പക്ഷെ ഇപ്പോഴത്തെ കാലത്തുള്ള കുട്ടികൾ അങ്ങനെയല്ല. അവര് പിന്നെ നമ്മൾ തന്നെ പണ്ട് കാലത്ത് ജീവിച്ച അത് സാഹചര്യത്തിലല്ല നമ്മളിപ്പോ ജീവിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളെ കുട്ടികളും പിന്നെ മാറ്റമുണ്ട്. അവര് ജീവിച്ച സാഹചര്യത്തിൽ മാറ്റമുണ്ട്, അവരുടെ ചുറ്റുപാട് മാറ്റമുണ്ട്. അപ്പൊ അതിനൊക്കെ അനുസരിച്ച് നമ്മൾ നമ്മുടെ രീതിയും മാറ്റം വരുത്തേണ്ടത് അത്യാവശ്യമാണ്. എല്ലാത്തിലും ഉപരി ഇതൊന്നും നമ്മൾ മനുഷ്യന്മാര് കാണിച്ച രീതിയാണ്. അതൊന്നും നമ്മളെ പൂർണ്ണമായും അത് ശരിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപന രീതിയായിട്ട് നമ്മുടെ കുട്ടികളെ വളർത്തുന്ന രീതി എപ്പോഴാണോ ഈക്വൽ ആവുന്നത് അന്നേരം മാത്രം നമ്മളെ പിന്നെ പാരന്റിങ് അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അത് നല്ല രീതിയിലാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്കത് പൂർണ്ണമായും നല്ലതാണെന്ന് പറയാന് പറ്റണമെങ്കിൽ നമ്മൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും അത് ജീവിതത്തിൽ പകർത്തുകയും കൂടി ചെയ്യേണ്ടിയിരിക്കുന്നു. ഇപ്പോ പിന്നെ നമ്മളെ മാതാപിതാക്കള് നമ്മളെ പിന്നെ പണ്ട് അടിച്ചു വളർത്തി, അല്ലെങ്കിൽ നമ്മളെ പിന്നെ വഴക്ക് പറഞ്ഞു വളർത്തി, എന്നാ പിന്നെ ഞാനും അങ്ങനെ ചെയ്യാം. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികള് പിന്നെ അതിനൊന്നും ഉൾക്കൊള്ളുന്ന ഒരു മനസ്ഥിതി അല്ല അവർക്കുള്ളത്. അവരതിനൊക്കെ ചോദ്യം ചെയ്യും. അവരുടെ അടുത്ത് നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി ഇന്ന കാര്യം ഇന്നതിനാണ്. അവർക്ക് നമ്മളൊന്നും ചോദ്യം അങ്ങോട്ട് ചോദിക്കാറില്ല. ഇന്ന കാര്യം ഇങ്ങനെ ചെയ്താൽ മതി, അത് മതി, എന്നാ പിന്നെ ഞാൻ അങ്ങനെ ചെയ്തോളാം, അത്രേ ഉള്ളൂ. ഇന്നത്തെ കുട്ടികൾ അങ്ങനെയല്ല. അതെന്തിനു ചെയ്യുന്നത്, അവർക്ക് അതിന്റെ റീസൺ നമ്മൾ എന്തിനാ വൈ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് അവരുടെ അടുത്ത് നമ്മളുടെ കേൾക്കേണ്ടി വരുന്നത്. അപ്പൊ അതിന് നമ്മൾ പിന്നെ ശരിയായ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അവരെ നമ്മളെ കൂടെ കൂട്ടാൻ പറ്റുള്ളൂ. അപ്പോ പല പിന്നെ മാതാപിതാക്കളും, പിന്നെ എല്ലാ മാതാപിതാക്കളും തന്നെ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാനും നല്ല ഷെൽട്ടർ കൊടുക്കാനും ഇസ്ലാമിക് എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്, നല്ല അഡ്വൈസ് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ പ്രോപ്പറായ രീതിയിൽ കൊടുക്കുന്നുണ്ട്. നമ്മൾ കുറെ കാര്യങ്ങൾ കൊടുക്കുന്നത് ഇത് തന്നെയാണ്. നല്ല ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ശ്രമിക്കും, നല്ല വീടുണ്ടാക്കി കൊടുക്കും. പിന്നെ ഭൗതിക വിദ്യാഭ്യാസം വേറെ, ഇസ്ലാമിക വിദ്യാഭ്യാസം വേറെ മദ്രസയിൽ പറഞ്ഞേക്കുന്നുണ്ടാവും. നമ്മളെ ബാധ്യത തീർന്നു. പിന്നെ കുറെ ഉപദേശങ്ങൾ ഇങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കുക. അത് പറ്റില്ല, ഇത് പറ്റില്ല, എന്നാ അവർക്ക് പറ്റുന്നത് എന്താണെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാനോ അതിന് നമുക്കും പറ്റുന്നില്ല. പറയാൻ മാത്രം നമുക്ക് നമ്മളെ കൊണ്ട് വരുന്ന ഒരു പിന്നെ ചിന്ത പോലെ നമുക്ക് വരുന്നില്ല. അപ്പോ അങ്ങനെ ചിന്തിച്ച് നമ്മൾ അവരെ കൂടെ കൂട്ടിയെങ്കിൽ മാത്രമേ ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ നമ്മൾക്ക് അവർക്ക് തർബിയത്ത് കൊടുക്കുകയാണെങ്കിൽ, അവർക്ക് ഉപദേശം കൊടുക്കുകയാണെങ്കിൽ അവർ കേൾക്കാൻ നിൽക്കുകയുള്ളൂ. അപ്പൊ നമ്മളും അവരും തമ്മിൽ, അതിപ്പോ ഏത് ഒരു റിലേഷൻ ആണെങ്കിലും നമുക്ക് അവരോട് ഒരു കാര്യം പറയണമെങ്കിൽ നമ്മൾക്ക് അവരുമായിട്ടൊരു നല്ല ബന്ധം ഉണ്ടായിരിക്കണം. ഇപ്പൊ കുട്ടികളുടെ കാര്യമായാലും പിന്നെ വേറെ ഏതൊരു പിന്നെ വീട്ടിലുള്ളതായാലും പുറത്തുള്ളതായാലും, വീട്ടില് ഉള്ളതാണ് വീട്ടിലുള്ള നമ്മുടെ ക്യാരക്ടറാണ് ഏറ്റവും മോശപ്പെട്ട ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഉണ്ടാവുക. പിന്നെ പിന്നെ പുറത്തു പോയാൽ നമ്മൾ ഭയങ്കര ഡീസന്റ് ആയിരിക്കും. പിന്നെ കുട്ടികളോട് പറയുന്നത് നമ്മളെ പിന്നെ ചുമതലപ്പെട്ട നമ്മളെ കീഴിലുള്ള ആളുകളോട് പറയുമ്പോഴാണ് നമ്മൾ കൂടുതൽ മോശമായിട്ട് സംസാരിക്കുക. പ്രത്യേകിച്ച് മക്കള് നമ്മളെ ഒരു അമാനത്താണെന്ന കാര്യം നമ്മൾ പൊതുവെ മറന്നു പോകുന്നൊരു കാര്യമാണ്. അവര് നമ്മളെന്തോ നമ്മള് പിന്നെ അടക്കി വെച്ചിരിക്കുന്ന എന്തോ സംഗതിയാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പലപ്പോഴും അവരുടെ അടുത്ത് പെരുമാറി പോകാറുള്ളത്. അപ്പോ എൻ്റെ മോൾ തന്നെ എൻ്റെ അടുത്ത് പറയാറുണ്ട്, 8 വയസ്സ് കഴിഞ്ഞ അവൾക്ക്, ഉമ്മ പിന്നെ ദേഷ്യം പിടിച്ച ഉമ്മ ഒരു ഈവിളാണ്, അല്ലെങ്കിൽ ഉമ്മ ഏഞ്ചലാണ്. അപ്പൊ അവർക്ക് തന്നെ ഒരു ബോധ്യമുണ്ട് നമ്മള് ഇങ്ങനെയൊക്കെ ആണെന്ന്. അപ്പൊ അതല്ല ശരിയെന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന അവസരത്തിൽ നമ്മളത് മാറി ചിന്തിക്കാൻ, അങ്ങനെ മാറി ചിന്തിച്ച് തുടങ്ങിയതാണ് നമ്മള് അങ്ങനെ നല്ലൊരു പിന്നെ വീട് ഉണ്ടാവുക, നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉള്ള വീട് ഉണ്ടാവുക,
അതുവഴി നല്ലൊരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയണം വേണം എന്നുള്ള ചിന്തയിൽ നിന്നാണ് നമ്മൾ ഈ ബൈത്ത് സക്കീനയും I4C ഒക്കെ രൂപപ്പെട്ടത് തന്നെ. അപ്പൊ അതിന്റെ ഒരു പാതയിലാണ് നമ്മൾ ഉള്ളത്. അൽഹംദുലില്ലാ നമുക്കൊക്കെ പടച്ചോന്റെ അനുഗ്രഹം കൊണ്ട് ഇങ്ങനെ ഒരു പിന്നെ മാറി ചിന്തിക്കാനുള്ള ഒരു അവസരം പടച്ചോൻ തന്നിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അതില് തുടർന്നും നിന്നുകൊണ്ട് നമുക്ക് പിന്നെ അടുത്ത ലെവലിലേക്ക് എത്താൻ അള്ളാഹു എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ പിന്നെ മക്കളോടായാലും മറ്റുള്ളവരോടായാലും നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മൾ ഇപ്പൊ ഈ അടുത്ത് തന്നെ ഞാന് പിന്നെ കേട്ടിട്ടുണ്ട്, ഈ നമ്മളെ അടുത്ത പ്രദേശത്ത് 5-6 മാസത്തിന്റെ ഇടയ്ക്ക് ഒരു 4 5 പിന്നെ യുവാക്കൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. റീസൺ എന്താണെന്ന് അറിയില്ല. നമ്മളെ മുസ്ലിം കമ്മ്യൂണിറ്റിയുള്ള യുവാക്കളാണ്. 14-നും ഒരു 25-നും ഇടയ്ക്ക് പ്രായമുള്ള യുവാക്കൾ. പിന്നെ റീസൺ എന്താന്ന് വീട്ടുകാർക്ക് അറിയില്ല. ചിലവരുടെ റീസണൊക്കെ മരണശേഷമാണ് വെളിപ്പെട്ടത്. പിന്നെ ഇത് ഈ അടുത്ത് എനിക്ക് കൂടുതൽ പിന്നെ ഒരു ഭയങ്കര വിഷമം തോന്നിയൊരു ആത്മഹത്യ എന്ന് പറഞ്ഞാൽ ഒരു 10-25 വയസ്സുള്ളൊരു പിന്നെ മോനെ, അവന് ഹാഫിളായ ഒരു മോനാണ് ആത്മഹത്യ ചെയ്തത്. അപ്പോ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞിട്ട് വീട്ടുകാർക്ക് എന്തിനാ ആത്മഹത്യ ചെയ്തതെന്ന് പിന്നെ അറിയാൻ പറ്റിയിട്ടില്ല. അപ്പൊ നിങ്ങൾ ആ മാതാപിതാക്കള് കുറച്ച് ആലോചിച്ച് നോക്കൂ. അവര് പിന്നെ അവന് വേണ്ടി മതവിദ്യാഭ്യാസം നൽകി, പിന്നെ ഖുർആന് കൂടുതൽ പിന്നെ വെളിച്ചം നൽകുമെന്ന് വിചാരിച്ച അവന് ആ വിദ്യാഭ്യാസം നൽകി. ഹാഫിളാണ്, പിന്നെ ഇമാമ് നിൽക്കുന്ന ആളാണ്. പക്ഷെ അവന്റെ ഉള്ളിലുള്ള എന്താണ് എന്നുള്ള അറിയാന് അവരുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കില്ലായിരിക്കും, അറിയില്ല എന്താണെന്ന്, അള്ളാഹു ആലം. പിന്നെ എന്നാലും നമ്മുടെ മക്കളൊക്കെ നമ്മൾ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്, പിന്നെ ഉപദേശം നൽകുന്നുണ്ട്. എന്നാലും അവരുടെ ഉള്ളില് അള്ളാഹു പിന്നെ അള്ളാഹു ഉണ്ട്, എന്റെ കൂടെ എപ്പോഴും അള്ളാഹു ഉണ്ട്, ഏത് സിറ്റുവേഷനിലും അള്ളാഹു ഉണ്ട് എന്റെ കൂടെ എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. ആ ഇടത്താണ് നമ്മൾ പലപ്പോഴും നമുക്ക് തെറ്റുപറ്റുന്നത്. അങ്ങനെയാണ് കുട്ടികൾ പലപ്പോഴും വഴിതെറ്റി പോകാൻ തന്നെ കാരണം. പിന്നെ എല്ലാ കാര്യവും മാതാപിതാക്കൾ തന്നെ ആണെന്ന് പറയാൻ പറ്റില്ല. എന്നാലും നൂഹ് നബിന്റെ മകനൊക്കെ നമ്മളെ മുന്നിലുണ്ട്, നമ്മളെ ചരിത്രത്തില്, നമ്മളെ പിന്നെ ഖുറാനില് അള്ളാഹു പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നമ്മളെ മക്കളെ നേർവഴിക്ക് പിന്നെ നയിക്കേണ്ടത് നമ്മളൊക്കെ തന്നെയാണ്. അപ്പൊ നമ്മൾ ദുആ ചെയ്യുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യാന്നുള്ളതാണ് നമ്മുടെയൊക്കെ ബാധ്യത. അപ്പം പാരൻസ് എന്ന രീതിയിൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് കുട്ടികളെ നമ്മളെ കൂടെ കൂട്ടുക എല്ലാ കാര്യത്തിനും. അവരുടെ ഇപ്പോൾ ചെറിയ കുട്ടികളാണെങ്കിൽ ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ നമ്മളെ ഉപദേശിക്കാനാണ്. പക്ഷെ നമ്മളെന്താ ചെയ്യുക, പിന്നെ നമസ്കാരത്തിന് പോലും പിന്നെ നമസ്കരിക്കാത്തതിന് പോലും തല്ലാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത് പിന്നെ 10 വയസ്സായി കഴിഞ്ഞാൽ തല്ലാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മളിപ്പോ നമസ്കാരം ഒഴികെയുള്ള എല്ലാ കാര്യത്തിനും 10 വയസ്സിന് മുന്നേ തന്നെ തല്ല് കൊടുക്കാൻ തുടങ്ങും. പിന്നെ 10 വയസ്സായി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞാലും കുട്ടികൾ കേൾക്കൊന്നുമില്ല, കുട്ടികളെ വഴിക്ക് പോകും. അപ്പോ നമ്മളെ എന്നിട്ട് നമ്മൾ വിചാരിക്കും ഞാൻ പറഞ്ഞിട്ട് എന്താ കുട്ടി കേൾക്കാത്തത്, കുട്ടി പിന്നെ അപ്പം പിന്നെ തല്ല് കൊടുക്കാലോ. അപ്പൊ തല്ല് കൊടുത്തിട്ടും പിന്നെ 10 വയസ്സ് കഴിഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല, ഉപദേശം കൊണ്ടും കാര്യം ഉണ്ടാവില്ല. അപ്പൊ ആദ്യം നമ്മൾ ഏത് രീതിയാണോ പിന്നെ ആദ്യം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് ആ രീതി തുടർന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ മാത്രമേ ഒരു വലുതാവുമ്പോൾ നമ്മൾ പറയുന്ന കാര്യം അവര് കേൾക്കുള്ളൂ. കുട്ടികൾക്ക് ആവശ്യം നമ്മളെ ടൈമാണ്. നമ്മൾ ടൈം കൊടുക്കുക, അവരെ കേൾക്കുക, അവരെ ആദ്യം കേൾക്കുക. എന്നാൽ മാത്രമേ നമുക്ക് അവരോട് എന്തെങ്കിലും പറയാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവുള്ളൂ. അപ്പൊ ചെറിയ കുട്ടികളാവുമ്പോൾ കുട്ടികൾക്ക് നമ്മളെ അടുത്ത് നിന്ന് സംസാരിക്കാൻ വരും. അപ്പൊ നമ്മൾ അവരെ എനിക്ക് ജോലിയുണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തിരക്കുണ്ട്, അപ്പൊ കേൾക്കാൻ വയ്യ, അപ്പൊ അവരെ നമ്മൾ പിന്നെ ഒഴിവാക്കി വിടും. പിന്നെ വലുതായി കഴിഞ്ഞാൽ നമ്മൾ അവരുടെ അടുത്ത് സംസാരിക്കാൻ ചെന്നാല് നമ്മളെ അടുത്ത് സംസാരിക്കാനുള്ള പിന്നെ ഒരു മൂഡ് അവർക്ക് ഉണ്ടാവില്ല. ആദ്യം നമുക്ക് അവരുമായിട്ട് സംസാരിച്ചിട്ട് ഒരു ശീലം ഉണ്ടെങ്കിലല്ലേ അവര് നമ്മൾ പറയുന്നത് കേൾക്കുള്ളൂ. അപ്പോൾ എല്ലാവരുടെ ജീവിത സാഹചര്യങ്ങളും വ്യത്യസ്തമാണ്. അപ്പൊ ആ വ്യത്യാസമുള്ള അപ്പൊ എന്റെ ജീവിത സാഹചര്യം ആയിരിക്കില്ല നിങ്ങൾ ആർക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ആ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ മക്കളെ നേരായ വഴിയിൽ പിന്നെ നയിക്കാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു എല്ലാവർക്കും അതിനുള്ള വഴിയും അതിനുള്ള കഴിവും നൽകി അനുഗ്രഹിക്കട്ടെ. ഇപ്പൊ എൻ്റെ ഇപ്പ പിന്നെ ഒരു കാര്യം പറയാം. എൻ്റെ ഇപ്പ മരണപ്പെട്ട്
അള്ളാഹു പിന്നെ ബർസഖി ജീവിതം ഹൈറായി കൊടുക്കട്ടെ. അപ്പൊ എൻ്റെ ഇപ്പൊ 4 മക്കളുണ്ട് ഞങ്ങള്. അപ്പൊ ഉപ്പ ഞങ്ങളെ 4 മക്കളെയും തല്ലിയിട്ടില്ല. തല്ലിയ ഒരു ഓർമ്മ ഞങ്ങൾക്കില്ല. ഒരു കാര്യത്തിനും തല്ലിയിട്ടില്ല. വഴക്ക് പറയുകയാണെങ്കിൽ തന്നെ പിന്നെ നമുക്ക് തോന്നേയില്ല വഴക്ക് പറയാൻ. നമ്മളിപ്പോ എന്തെങ്കിലും പിന്നെ കുരുത്തക്കേട് ഒപ്പിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും പറയുകയൊക്കെ ചെയ്തു കഴിഞ്ഞാല് പിന്നെ ഇപ്പൊ സ്വകാര്യമായിട്ട് വിളിച്ചിട്ടാ പറയാ, നിനക്ക് നല്ല പ്രതികരണ ശേഷിയാണല്ലോ എന്നാ പറയാ ആദ്യം. എന്നിട്ട് പറയും പിന്നെ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല, പിന്നെ ആരടുത്തും ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഉപദേശം തരിക ചെയ്യാം. ഒരിക്കൽ പോലും പിന്നെ തല്ലിയൊരു അനുഭവം ഞങ്ങൾക്കില്ല. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് ഉപ്പ പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് വേഗം പിന്നെ ഉൾക്കൊള്ളാൻ പറ്റിയായിരുന്നു. പിന്നെ മരണപ്പെട്ടിട്ട് പോലും ഞങ്ങൾക്ക് അത് പിന്നെ ഉപ്പാനെ മറക്കാനോ അല്ലെങ്കിൽ പിന്നെ ഇപ്പോഴും പ്രാർത്ഥിക്കാൻ തോന്നുന്നതും ആ ഒരു പിന്നെ റിലേഷൻ ഞങ്ങൾ തമ്മിൽ ഉണ്ടായതുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ എല്ലാം മക്കൾ, ഞാൻ തന്നെ ആലോചിക്കാറുണ്ട്, എൻ്റെ എല്ലാം മക്കൾ ഇങ്ങനെയൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ചെയ്യോ? അപ്പൊ നാളെ നമുക്ക് പിന്നെ ഖബറിൽ കിടക്കുമ്പോൾ നമ്മളെ മക്കളെ പ്രാർത്ഥന എത്തണമെങ്കിൽ നമ്മൾ ആദ്യം മക്കളെ അതിനുവേണ്ടി പിന്നെ പ്രിപ്പയർ ആക്കിയിരിക്കണല്ലോ. അപ്പോൾ ഞാൻ തന്നെ സ്വയം ചിന്തിക്കാറുണ്ട്, പിന്നെ എൻ്റെ മക്കള് നാളെ ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ മക്കളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ? അങ്ങനെയുള്ള മക്കളാവോ? അങ്ങനെ മക്കളാവാൻ വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും പിന്നെ കഷ്ടപ്പെടുകയും ബുദ്ധിമുട്ടൊക്കെ ചെയ്യുന്നത്. പിന്നെ പിന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ മക്കളെ വളർത്താൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ട്രൈ ചെയ്യുന്നതും ഇങ്ങനെയുള്ള പിന്നെ കാര്യങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നതും. എല്ലാവർക്കും അവരുടെ മക്കളെ കൊണ്ട് നാളെ ഖബർ ജീവിതം ഹൈറാക്കി തരട്ടെ. ആമീൻ. രണ്ടാമത്തെ ഒരു കാര്യം വരുന്നത് പ്രീ ഓക്യുപ്പേഷൻ ഓഫ് പാരന്റ്സ് വിത്ത് വർക്ക് ഔട്ട്സൈഡ്. അതായത് പിന്നെ ഇന്നത്തെ സാഹചര്യത്തിൽ പാരന്റ്സ് രണ്ടുപേരും വർക്കിംഗ് ആയിരിക്കും. പിന്നെ ഇപ്പോ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അങ്ങനെ കൂടുതലായിട്ടൊന്നുമില്ല രണ്ടുപേരും വർക്കിംഗ് ആയിട്ടുള്ളത്. പക്ഷെ സമീപ ഭാവിയിൽ അങ്ങനെയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും ഒരു പാരന്റ് എന്തായാലും വർക്കിംഗ് ആയിരിക്കുമല്ലോ. ഇപ്പോൾ പിന്നെ അപ്പന്മാര് വർക്ക് ചെയ്യാണ്ട് നമ്മള് പിന്നെ ജീവിതം മുന്നോട്ടൊന്നും പോവില്ല. അപ്പൊ ഒരാൾ എന്തായാലും എൻഗേജ് ആയിരിക്കും നമ്മളെ ഫാമിലിയിൽ. അപ്പൊ ഇനിയുള്ള വരും തലമുറകളിലും പിന്നെ അത് തന്നെയാണ്, രണ്ടുപേരും ജോലിക്കാരായിരിക്കും മിക്കവാറും. അങ്ങനെയുള്ള പിന്നെ ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മളെ ജീവിതമൊക്കെ പോകുന്നത്. അപ്പൊ കുട്ടികൾക്ക് കൊടുക്കാൻ സമയം ഉണ്ടാവില്ല. കൂടുതൽ ടൈം നമുക്ക് തന്നെ അറിയാം. ഇപ്പൊ വർക്കിംഗ് ആയ ഒരാള് അവർക്ക് വീടും പിന്നെ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, പിന്നെ ഓഫീസിലെ കാര്യം നോക്കണം, പിന്നെ രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഹൗസ് വൈഫ്സ് ആയ പിന്നെ നമ്മളെ കാര്യങ്ങൾ നമ്മൾ തന്നെ അറിയാം. 24 മണിക്കൂർ നമുക്ക് തികയാതെയാണ് വരിക വീട്ടിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ. അപ്പൊ വർക്ക് ചെയ്യുന്നവരുടെ കാര്യം പിന്നെ പറയും വേണ്ട. അവർക്ക് ഒന്നിനും ടൈം ഉണ്ടാവില്ല, അവരെ സ്വന്തം കാര്യങ്ങൾ തന്നെ സമയം ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ ഈ രണ്ടുപേരും വർക്കിംഗ് ആയ കുട്ടികൾക്ക് കൊടുക്കാൻ സമയമില്ല. കുട്ടികൾ ഇങ്ങനെ അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ കുട്ടികൾ പിന്നെ ചെറിയ പ്രായത്തിൽ ഇങ്ങനെ നമ്മളുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ശ്രമിക്കും, പറയാൻ വേണ്ടി ശ്രമിക്കും. അവരുടെ കാര്യങ്ങൾ, സ്കൂളിലെ കാര്യങ്ങൾ, വിശേഷങ്ങൾ ഇഷ്ടംപോലെ പറയാനുണ്ട് അവർക്ക്. പക്ഷെ അതൊന്നും പിന്നെ കേൾക്കാനുള്ള സമയം നമുക്ക് ഉണ്ടാവില്ല. വർക്ക് ചെയ്യാണ്. വർക്കിന്റെ നമുക്ക് നമ്മളൊരു കംഫർട്ട് സോൺ ആയിരിക്കും ചിലപ്പോൾ വർക്ക് ചെയ്യാന്നുള്ള സ്പേസ്. അപ്പൊ നമ്മൾ ആ കംഫർട്ട് സോണിൽ ഇങ്ങനെ പോകും. പിന്നെ കുട്ടികൾ മുതിർന്ന് പിന്നെ വലുതായി കഴിഞ്ഞ് അവരുടെ പാട്ടിന് പോയി കഴിഞ്ഞാലാണ് നമുക്ക് പിന്നെ തോന്നാം, ഇവർക്ക് ഞാൻ ഫുഡ് കൊടുത്തില്ലേ, ഇവർക്ക് ആവശ്യമുള്ളതൊക്കെ കൊടുത്തില്ലേ. ഇവർക്ക് ഇപ്പൊ ഫാസ്റ്റ് ഫുഡിന്റെ ഒരു കാലഘട്ടമാണ്. അതുപോലെ തന്നെയാണ് പിന്നെ നമ്മുടെ എല്ലാം ഫാസ്റ്റ് ആണ്. ഫുഡ് മാത്രമല്ല എല്ലാം ഫാസ്റ്റ് ആണ്. അപ്പൊ കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഫാസ്റ്റ് ആയിട്ട് ചെയ്തു കൊടുക്കും. ആവശ്യമുള്ള പണം, ആവശ്യമുള്ള ഭക്ഷണം, ആവശ്യമുള്ള എന്താ വേണ്ടത് അതൊക്കെ ചെയ്തു കൊടുക്കും. പക്ഷെ കുട്ടികൾക്ക് ആവശ്യം നമ്മളെ സമയം, നമ്മുടെ അറ്റൻഷൻ ആയിരിക്കും. നമ്മൾ അവരെ കേൾക്കുന്നുണ്ട് എന്നുള്ള കാര്യമായിരിക്കും. ഞാൻ പറയുന്നത് കേൾക്കാനും ഇവിടെ ആളുണ്ട് എന്ന് എൻ്റെ പിന്നെ എൻ്റെ ഒപ്പീനിയൻ ഒരു വിലയുണ്ട് എന്ന് തോന്നുമ്പോൾ കുട്ടികൾ നമ്മളെ കേൾക്കും. പക്ഷെ ഇതിനൊന്നും സമയമില്ലെങ്കിൽ പിന്നെ കുട്ടികൾ അവരവരുടെ വഴിക്ക് പോകും. പിന്നെ അത് കഴിഞ്ഞിട്ട് ചിന്തിച്ചിട്ട് കാര്യമില്ല. പിന്നെ ചില ഫാമിലിയിൽ കാണുന്ന രീതി എന്ന് പറഞ്ഞാൽ ദീന് വേറെ ദുനിയാവ് വേറെ. പിന്നെ ദീന് ഒരു ഭാഗത്തുണ്ട്, പക്ഷെ ദുനിയാവിന്റെ എല്ലാ പിന്നെ കാര്യങ്ങളും ഇൻക്ലൂഡ് ആവുന്നതിന് യാതൊരു ദീനൊരു തടസ്സമല്ല എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. പിന്നെ ചിലര് ദീന് മാത്രം പഠിപ്പിക്കുക, ദുനിയാവിലെ ഒരു കാര്യങ്ങളായിട്ട് കുട്ടിയെ പിന്നെ ബന്ധപ്പെടുത്തേ ചെയ്യണ്ട.
ഉം. വെറും ദീന് മാത്രം അവർക്ക് പിന്നെ ഒന്നും കൊടുക്കണ്ട, ഫോൺ കൊടുക്കണ്ട, വേറൊന്നും പിന്നെ പിന്നെ അവരുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും വേണ്ട. എന്തിനേറെ അയൽക്കാരായിട്ട് വരെ കോണ്ടാക്ട് വേണ്ട. എന്തുകൊണ്ടാണ്? അടുത്ത വീട്ടിൽ ടി വി ഉണ്ട്, അപ്പൊ ആ കുട്ടി അവിടെ പോയി കഴിഞ്ഞാൽ ടി വി കാണും, അങ്ങനെ അവരെ കുട്ടി കേടുവരും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണ്ട, പിന്നെ ആ കുട്ടിയായിട്ടൊന്നും ഒരു ബന്ധവും വേണ്ട. പിന്നെ കുട്ടി ഖുറാൻ പഠിച്ചാൽ മതി, പിന്നെ ഹദീസ് പഠിച്ചാൽ മതി, ഒക്കെ പഠിക്കണം. പിന്നെ നമ്മൾ മനസ്സിലാക്കുകയും ജീവിതത്തിൽ പകർത്തൊക്കെ വേണം. അതിന് കൂടെ നമ്മൾ ദുനിയാവിലെ കാര്യങ്ങൾ കൂടെ നമ്മൾ അറിയുകയും വേണം. ദുനിയാവ് നമ്മൾക്ക് ഉണ്ടാക്കി വെച്ചത് അള്ളാഹു, പിന്നെ ഏഹ്, പരലോകത്ത് നമുക്ക് അതിന് യൂസ് ചെയ്തിട്ട് പരലോകത്ത് നമുക്ക് ഗുണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മളെല്ലാ റിലേഷനും അങ്ങനെ തന്നെയാണല്ലോ. നമ്മൾ ഉപയോഗിക്കേണ്ടത് നമ്മൾ പിന്നെ ആഖിറത്തിലേക്ക് നമുക്ക് ഒരു ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അത് യൂസ് ചെയ്യാണ്ട് നിക്കണം എന്ന് നമ്മളുടെ അടുത്ത് പഠിച്ചവൻ പറഞ്ഞിട്ടില്ല. നമ്മൾ മിസ്യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ ഇത് മിസ്യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ തന്നെ കുട്ടികളെ അനുവദിക്കാതിരിക്കുക എന്നുള്ളത് അതും അവരോട് ചെയ്യുന്ന തെറ്റാണ്. അപ്പൊ ഇങ്ങനെ പല രീതിയിലാണ് പിന്നെ കുട്ടികളെ പിന്നെ പല രക്ഷിതാക്കളും വളർത്തുന്നത്. നമ്മൾ ശരിക്കും കുട്ടികളെ വളർത്തുന്നതിന്റെ കാര്യം പറയുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു പക്ഷിക്കുഞ്ഞിനെ കയ്യിൽ വെച്ചോണ്ടിരിക്കുക അങ്ങനെയാണ് നമ്മൾ കുട്ടികളെ വളർത്തേണ്ടത്. അതായത് അധികം ടൈറ്റായിട്ട് മുറുക്കി പിടിക്കരുത്. ടൈറ്റായി പിടിച്ചു കഴിഞ്ഞാൽ പക്ഷിക്കുഞ്ഞ് ചത്തുപോകും. അതുപോലെ തന്നെ കൈ ഇങ്ങനെ ഓപ്പൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ അത് പറന്നും പോകും. അപ്പൊ അത് രണ്ടിന്റെ ഇടയിൽ അതിന്റെ ബാലൻസ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പൊ മാത്രമേ കുട്ടികളെ നമ്മളെ കയ്യിൽ കിട്ടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ കയറൂരി വിട്ട പമ്പരം പോലെ കുട്ടികളെ വഹിക്കൂ, നമ്മള് പിന്നെ ഇവിടെ നോക്കി നിൽക്കേണ്ടി വരും. അപ്പോൾ ഏതൊരു ഇപ്പം വർക്കിംഗ് ആയാലും പിന്നെ വർക്കിംഗ് അല്ലാത്തവരായാലും നമ്മളെ കുട്ടികൾക്ക് പിന്നെ വീട്ടിൽ അതിനുള്ള അവസരം ഉണ്ടാക്കുക. അപ്പം വർക്കിംഗ് ആയ ഹസ്ബൻഡും വൈഫും തമ്മിൽ അവർ കാണാൻ തന്നെ ചിലപ്പോൾ ഏതെങ്കിലും വീക്കെൻഡ്സിലൊക്കെ ആയിരിക്കും. ഇപ്പോൾ പിന്നെ രാത്രി നൈറ്റ് ഡ്യൂട്ടി ഉണ്ടാവും, ചിലർക്ക് പിന്നെ ഡേ ഡ്യൂട്ടി ആയിരിക്കും. അപ്പൊ അവർ തമ്മിൽ കാണൽ തന്നെ അപൂർവമായിരിക്കും. അപ്പൊ കുട്ടികളുടെ പിന്നെ ബാധ്യത മുഴുവൻ ഈ പിന്നെ മദറിലായിരിക്കും, ഉമ്മമാരിലായിരിക്കും. കുട്ടികൾ ബാക്കി പിന്നെ പാരൻസ്, അതായത് മെയിൽ പാരൻസ് അവർക്കൊന്നും ചെയ്യാനില്ല, ബാധ്യതയില്ല. പിന്നെ ഞാന് പിന്നെ ജോലി ചെയ്യുന്നുണ്ട്, ജോലിക്ക് പോകുന്നുണ്ട്, അപ്പൊ കംഫർട്ട് സോണിൽ ഇങ്ങനെ ഇരിക്കും. പിന്നെ മാതാവാണെങ്കിൽ എല്ലാ സ്ട്രെസ്സും സ്ട്രഗിളും ജോലി തിരക്ക്, അതിന്റെ ഇടയിൽ കുട്ടികളെ നേരായ കാര്യങ്ങൾ പഠിപ്പിക്കുക, പിന്നെ അവർക്ക് ആവശ്യമുള്ള തർബിയ കൊടുക്കുക, ഇതൊക്കെ കൂടി ഭാരമായിട്ട് ഒന്നിനും പറ്റാതായിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പൊ അതൊക്കെ പിന്നെ രണ്ടുപേരും ജോലി ചെയ്യുമ്പോൾ അതൊക്കെ ഈക്വലായിട്ട് പിന്നെ രണ്ടുപേരും മനസ്സിലാക്കിക്കൊണ്ട് പിന്നെ കുട്ടികളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ മാത്രമേ കുട്ടികളെ പിന്നെ ഭാവിയിൽ നമ്മളെ പിന്നെ കയ്യിൽ കിട്ടുള്ളൂ. അപ്പം ഏറ്റവും ഭംഗിയായിട്ട് ഇപ്പൊ പല കുട്ടികളും ഉണ്ട് നല്ല രീതിയിൽ. നമ്മളിപ്പോ പുതിയ ജനറേഷനെ പറ്റി പൊതുവേ കുറ്റപ്പെടുത്താണ് പതിവ് നമ്മളൊക്കെ പിന്നെ തന്നെ. പക്ഷെ അവർക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവർക്ക് നമ്മളെക്കാളും കൂടുതൽ ചിന്തിക്കാനും പിന്നെ മനസ്സിലാക്കാനും ശ്രമിക്കുന്നുണ്ട് അവര്. പണ്ടത്തെവരെ പോലെ പിന്നെ ഒരു സെക്കൻഡ്, പണ്ടത്തെ പിന്നെ കുട്ടികളെ പോലെ പിന്നെ അവരവരുടെ വഴിക്ക് നീങ്ങൽ അവർ ചിന്തിച്ച് മനസ്സിലാക്കി വരുന്ന എത്രയോ കുട്ടികളുണ്ട്. പിന്നെ നമ്മളിപ്പോ ഒരു യാത്ര പോക്ക് ആണെങ്കിലും ശരി, പിന്നെ അവര് അവരുടേതായ ലോകത്തുണ്ടെങ്കിലും ആണ് ഈ ഫോണൊക്കെ നോക്കി ഇരിക്കുകയാണെങ്കിലും ശരി, അവർ ചുറ്റുപാടും ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ ഇങ്ങനെ പിന്നെ എവിടേക്കെങ്കിലും പോകുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിക്കാറുണ്ട് കുട്ടികളെ. അപ്പൊ 10-18 വയസ്സായ കുട്ടികളാണെങ്കിലും അവര് പിന്നെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനൊക്കെ നല്ല പിന്നെ ഇൻട്രസ്റ്റോടെ കൂടി വരുന്ന കുട്ടികളുണ്ട്, നമ്മൾ പറയും കൂടി ചെയ്യാതെ തന്നെ. അപ്പൊ അൽഹംദുലില്ലാ അവരിലും നമുക്ക് പ്രതീക്ഷയുണ്ട്. പിന്നെ നമ്മള് ഓരോ കാലഘട്ടത്തിലും പല രീതിയിലുള്ള ഇൻഫ്ലുവൻസ് ഉണ്ട് പിന്നെ കുട്ടികളിൽ. അതുപോലെ തന്നെ ഇപ്പോഴത്തെ കുട്ടികളിലെ നെഗറ്റീവായ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടെംപ്ടേഷൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലാണ്. അവർക്ക് പിന്നെ വഴിതെറ്റി പോകാനുള്ള അവസരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. പണ്ട് നമ്മൾ വീട്ടിന്റെ പുറത്ത് പോയി കഴിഞ്ഞാലാണ് പിന്നെ കുട്ടികൾ വഴിതെറ്റി പോവോ എന്നുള്ള ഭയം ഉണ്ടാവുക. പക്ഷെ ഇപ്പോഴതല്ല, വീട്ടിന്റെ ഉള്ളില് റൂമിന്റെ ഉള്ളിൽ ഇരിക്കുകയാണെങ്കിലും കുട്ടികൾ വഴിതെറ്റി പോവാന് അവസരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്, ആകെ അവർക്ക് കൊടുക്കാൻ പറ്റുന്നത് അള്ളാഹ് ഇതൊക്കെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട് എന്നുള്ള ബോധം ഉണ്ടാക്കുക. എന്നെങ്കിൽ മാത്രമേ നമുക്ക് കുട്ടികളെ
പിന്നെ അവർക്ക് ഒരു സ്റ്റേണായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ ഇന്നത്തെ സമൂഹത്തിൽ. അവർക്ക് സമൂഹത്തിൽ ഇറങ്ങാതെ, അവർക്ക് പിന്നെ ജോലി ചെയ്യാതെ വീട്ടിനുള്ളിൽ തന്നെ ഇരിക്കാൻ പറ്റൂലല്ലോ. അവർക്ക് പിന്നെ സമൂഹമായിട്ട് ഇടപെടണം, പിന്നെ നല്ല രീതിയിൽ ജീവിക്കണം. അപ്പൊ അതിനൊക്കെ നമ്മൾ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം. അതുപോലെ തന്നെ ഒരു മൂന്നാമതായി പറയുകയാണെങ്കിൽ, പിന്നെ നമ്മളെ കമ്മ്യൂണിക്കേഷൻ വീട്ടിൽ നടക്കാതിരിക്കാനുള്ള ഒരു കാരണം, മൂന്നാമത്തെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഡിസ്പാരിറ്റി ഇൻ ലെവൽസ്. പിന്നെ അസമത്വം, പല അസമത്വം ഉണ്ടാവും നമ്മളെ പിന്നെ പാരൻസ് തമ്മിൽ, കപ്പിൾസ് തമ്മിൽ. എഡ്യൂക്കേഷൻ ലെവൽ ഉണ്ടാവും, ഐഡിയോളജി, വിശ്വാസ കാര്യങ്ങൾ ഉണ്ടാവും, സോഷ്യൽ സ്റ്റാറ്റസിൽ ഉണ്ടാവും. പല രീതിയിൽ നമുക്ക് തന്നെ അറിയാം. പണ്ട് കാലത്ത് പിന്നെ ഇത് കുറച്ച് കൂടുതലായിരുന്നു എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ. ഇപ്പൊ ഭാര്യ കുറച്ച് എഡ്യൂക്കേറ്റഡ് അല്ല, പിന്നെ ഭർത്താവ് നല്ല എഡ്യൂക്കേറ്റഡ് ആയിരിക്കും പണ്ട് കാലത്തെ. ഇപ്പോഴത്തെ കാലത്ത് നേരെ തിരിഞ്ഞിട്ടുണ്ട്. പിന്നെ പെൺകുട്ടികൾ നല്ല വിദ്യാഭ്യാസം ഉള്ളവരും പിന്നെ ആൺകുട്ടികൾ കിട്ടാനില്ല. അതുകൊണ്ട് തന്നെ കുട്ടികൾ കല്യാണം വേണ്ടാന്ന് പറയുന്ന സാഹചര്യം ഉണ്ട്. എനിക്ക് ഇത്ര എഡ്യൂക്കേഷൻ ഉള്ള ആളെ മതി. കുട്ടികൾ ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങി, പെൺകുട്ടികൾ ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ പിന്നെ കല്യാണമൊക്കെ നടക്കാതിരിക്കാനും തുടങ്ങി. ചില കുട്ടികൾ ലിബറലിസം എന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണം വേണ്ടാന്ന് വെക്കുന്നവരുണ്ട്. പക്ഷെ മിക്കവാറും കുട്ടികൾ അവരുടെ പിന്നെ പാരൻസിന്റെ ജീവിതം, അല്ലെങ്കിൽ സിബിലിങ്സിന്റെ ജീവിതം, കസിൻസ്, ഫ്രണ്ട്സ്, ഇവരുടെയൊക്കെ പിന്നെ വിവാഹ ജീവിതം കണ്ടിട്ടായിരിക്കും പിന്നെ വിവാഹം വേണ്ടാന്ന് വെക്കുന്നത്. ഇപ്പൊ ഞാൻ തന്നെ അങ്ങനെ ചിന്തിച്ചിരുന്ന ഒരാളാണ്. ഞാൻ അത്ര ന്യൂജനൊന്നല്ല. പക്ഷെ പിന്നെ എൻ്റെ ഞാൻ ചെറുപ്പത്തിലൊക്കെ വിചാരിച്ചിരുന്നത്, എൻ്റെ പാരൻസിനെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ഉപ്പാനെ പോലെ ഒരാളെ മതി എന്ന് ചിന്തിച്ചിരുന്നു. പിന്നെ പോകെ പോകെ എന്തിനാണ് ഇപ്പോൾ പിന്നെ കല്യാണമൊക്കെ കഴിക്കുന്ന ചിന്ത വന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ, വന്ന് തുടങ്ങിയത് എങ്ങനെയാന്ന് വെച്ചാൽ, പിന്നെ നമ്മളെ ചുറ്റുപാടുള്ള ആളുകളുടെ പിന്നെ കല്യാണം കഴിഞ്ഞ ആളുകളുടെ റിവ്യൂ, അതൊന്നും നല്ല രീതിയിൽ ഉള്ള റിവ്യൂ ആയിരുന്നില്ല കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ഫ്രണ്ട്സ് ആയാലും ശരി, കസിൻസ്, അവരുടെയൊക്കെ പിന്നെ വിവാഹ ജീവിതത്തിലുള്ള കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ കേൾക്കാണ്, നിരന്തരം കേട്ടോണ്ടിരിക്കുക. അപ്പൊ പിന്നെ നമ്മളും ചിന്തിക്കാൻ തുടങ്ങി, എന്തിനാലിപ്പോ കല്യാണം കഴിച്ചിട്ട് കാര്യം. അപ്പോ അങ്ങനെ കല്യാണം കഴിക്കാതിരിക്കാന്ന് വേണ്ടിയിട്ട് പിന്നെ ഖുറാനും ഹദീസും കംപ്ലീറ്റ് തപ്പിയ ആളാണ് ഞാൻ. അപ്പൊ എനിക്ക് അതിലൊന്നും പിന്നെ നിങ്ങൾ കല്യാണം കഴിക്കണ്ടെന്ന് പറഞ്ഞതായിട്ട് കാണാൻ പറ്റിയില്ല. പിന്നെ ഖലക്കിനാക്കും അസ്വാജ എന്നാണ് പഠിച്ചോനെ എല്ലായിടത്തും പറഞ്ഞത്. പിന്നെ പിന്നെ എന്തായാലും കല്യാണം കഴിച്ചില്ലെങ്കിൽ ഞാൻ കരുതിയിരുന്നത് അങ്ങനെയാണ്, എൻ്റെ ഒരു പൊട്ടബുദ്ധിയിൽ അങ്ങനെ തോന്നിയത്. എന്തായാലും കല്യാണം കഴിച്ചിരുന്ന നരകത്തിലൊന്നും ഇടില്ലല്ലോ, എന്നാ പിന്നെ അങ്ങനെ നിൽക്കാന്നുള്ള ഒരു സാഹചര്യത്തിലായിരുന്നു എൻ്റെ മെന്റാലിറ്റി. അതായത് പഠിക്കുക, ജോലി വാങ്ങുക, പിന്നെ അങ്ങനെ ജീവിച്ചു പോയാൽ മതിയല്ലോ. ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഇപ്പൊ നിങ്ങളെ വീട്ടിലൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ അവരുടെ ചിന്തകളോടി പിന്നെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അവർ പിന്നെ ചിന്തിക്കുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ്, ചുറ്റുമുള്ള അവരുടെ ജീവിതം കണ്ടിട്ട്. പിന്നെ എല്ലാരും വിചാരിക്കുക ഇത് നമ്മളൊരു ബാധ്യത ആവുമോ. അപ്പൊ എല്ലാ തരത്തിലും നമ്മളൊരു ബാധ്യത ആവും. പിന്നെ നമുക്കൊരു പിന്നെ അതിൽ നിന്നൊരു രക്ഷപ്പെടാനുള്ള അവസരം ഇല്ല എന്നുള്ള തോന്നൽ കൊണ്ടാണ് നമുക്ക് വിമുഖത തോന്നുന്നത് പല കുട്ടികൾക്കും. പക്ഷെ പിന്നെ നമ്മളൊക്കെ പണ്ടേ മനസ്സിലാക്കി വെച്ചതിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. നമ്മളെ വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ ഭയങ്കര പിന്നെ ജീവിതത്തോടു കൂടി പെൺകുട്ടികൾ പൊതുവെ അങ്ങനെ ഒരു ഫാന്റസി ലോകത്തായിരിക്കും അങ്ങനെ ചിന്തിക്കുക. പിന്നെ വിവാഹം കഴിഞ്ഞാൽ നല്ല സുഖമായിരിക്കും. പക്ഷെ വിവാഹം എന്നുള്ളത് പിന്നെ നമ്മളെ പരലോകത്തേക്ക് വേണ്ട ഒരു കാര്യമാണ് അതിലൂടെ കിട്ടുന്നത് എന്നുള്ളത് നമ്മൾ മറന്നു പോയിട്ടാണ് നമ്മൾ അങ്ങനെ കുട്ടികൾ നമ്മൾ ചിന്തിച്ചു പോകുന്നത്. അപ്പൊ അതും നമ്മളെ പരലോകത്തേക്ക് പിന്നെ വേണ്ടിയാണ് നമ്മൾ ആ പിന്നെ റിലേഷൻ നമുക്ക് പഠിച്ചാൻ തരുന്നത്. അപ്പൊ നമ്മൾ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുമ്പോൾ നമുക്കതിൽ കൂടുതൽ പരീക്ഷണവും വരും. അപ്പൊ നമ്മൾ പ്രാധാന്യം കൊടുക്കണ്ടെന്നല്ല, പക്ഷെ അതില് നമ്മൾക്ക് കൂടുതൽ സമാധാനം കിട്ടും, കൂടുതൽ ഫുൾ സന്തോഷമായിരിക്കും എന്നൊക്കെ വിചാരിച്ച് ഇരിക്കുമ്പോഴാണ് നമുക്കൊരു പ്രശ്നം ഉണ്ടാവുക. എന്നാൽ എല്ലാ പിന്നെ ജീവിതം പോലെ തന്നെ അതിലും പരീക്ഷണം വരും, അതിലും നമുക്ക് പിന്നെ പഠിക്കാനുണ്ട്, അതിലും പാഠം ഉൾക്കൊള്ളാനുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കൂടുതൽ നല്ല രീതിയിൽ ജീവിക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടാവും. അപ്പോൾ ഇപ്പൊ നമ്മളെ പഠിച്ചതിന്റെ പരീക്ഷണത്തിനെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ, ഇപ്പോ പണ്ടൊക്കെ ഒരു ഗെയിം ഉണ്ടായിരുന്നു ഒരു മൊബൈലില്. ഈ പിന്നെ സ്മാർട്ട് ഫോണൊക്കെ വരുന്നതിന് മുന്നേ ഒരു ഫോണുണ്ട്, രണ്ട് കീപാഡും മറ്റേ ഫോണും കൊണ്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫോൺ. അതിലൊരു ഗെയിം ഉണ്ട് പണ്ടൊക്കെ ഞാൻ കളിച്ചോണ്ടിരുന്നത്, ബ്രെയിൻ സ്റ്റോം എന്ന് പറഞ്ഞിട്ട്. അതില് പിന്നെ ഓരോ ലെവലാണ്, കുറെ ലെവലുണ്ട്. അത് ഒരു ലെവല് കഴിഞ്ഞിട്ട് അടുത്ത ലെവലിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ ഫസ്റ്റത്തെ ലെവൽ മുഴുവൻ കംപ്ലീറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ അടുത്ത ലെവലിൽ നമുക്ക് പിന്നെ കയറാൻ പറ്റുള്ളൂ.
അതുപോലെയാണ് നമ്മളെ ജീവിതം എന്നാണ് പിന്നെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. പഠിച്ചാൽ നമുക്ക് അങ്ങനെയാണ് ഓരോ പരീക്ഷണം തരാറുള്ളത്. നമ്മൾ ഒരു ലെവല് കഴിഞ്ഞു, ഇനി എന്നാ പിന്നെ അടുത്ത ലെവല്, ഇനി അടുത്ത ലെവലൊന്ന് ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അടുത്ത പരീക്ഷണം പഠിച്ചാൻ തരും. അപ്പൊ നമ്മൾ വിചാരിക്കും പഠിച്ചാന് നമുക്കെന്താ എത്ര പരീക്ഷണം, ഞാനിങ്ങനെയൊക്കെ ചെയ്തില്ലേ, ഞാനിങ്ങനെയൊക്കെ പിന്നെ ചെയ്യുന്നുണ്ടല്ലോ, എന്നിട്ട് എനിക്ക് പരീക്ഷണമാണല്ലോ പിന്നെ എന്നൊക്കെ നമ്മൾ വിചാരിക്കും, എല്ലാവരും കരുതുന്നതാണ്. പക്ഷെ പഠിച്ചവന് ഓരോ ലെവലിൽ ഇങ്ങനെ കയറ്റി കയറ്റി കൊണ്ടുപോവുക ചെയ്യുക, അല്ലാതെ പിന്നെ നമ്മൾ പെട്ടെന്ന് പിന്നെ പഠിച്ചവനെ സ്വർഗത്തിൽ എത്തിക്കാന്ന് നമ്മളടുത്ത് ആരടുത്തും ഉറപ്പൊന്നും തന്നിട്ടൊന്നുമില്ല. പക്ഷെ നമുക്കത് പ്രയാസമായിട്ട് തോന്നും പലപ്പോഴും ഓരോ പരീക്ഷണം കഴിഞ്ഞ് ഓരോ പരീക്ഷണം അങ്ങനെ വരുമ്പോൾ. അതൊക്കെ നമുക്ക് നാളെ ആഖിറത്തിൽ നമ്മൾ ലെവല് കൂട്ടാനുള്ള ഒരു പിന്നെ മാർഗമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ആശ്വാസം ഉണ്ടാവും. പഠിച്ചവൻ നമ്മളെ പിന്നെ എപ്പോഴും ആശ്വസിപ്പിക്കുന്ന വാക്കുകളാണ്. യുസ്ര, ആ ഒരു കോട്ട് എപ്പോഴും പിന്നെ നമുക്ക് ഓർമ്മ ഉണ്ടായിരിക്കേണ്ട ഒരു കോട്ടാണ്. ഏതൊരു പ്രയാസത്തിന്റെ കൂടെയും പഠിച്ചവന്റെ എളുപ്പം തരും, കൂടെയാണുള്ളത്. അല്ലാതെ പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞ അല്ല പറഞ്ഞത്, കൂടെ തന്നെ ഉണ്ട്. അപ്പൊ നമുക്ക് ആ പ്രയാസത്തിന്റെ കൂടെയുള്ള എളുപ്പം നമ്മൾ ഏതാണെന്ന് നമ്മൾ കണ്ടെത്തുക, മനസ്സിലാക്കുക, നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കുക. അതുപോലെ തന്നെ നമുക്ക് പിന്നെ താങ്ങാൻ പറ്റാത്തതൊന്നും പഠിച്ചവൻ തരുന്നില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ചവനോട് എപ്പോ പരാതിയാണ്. ഞാനടക്കമുള്ള ഒരു പരാതി പറയാറുണ്ട്. ഇപ്പൊ കുറച്ചൊരു കുറവുണ്ടെന്ന് തോന്നുന്നു, പിന്നെ ഞാനെന്താ ഇങ്ങനെ, ഞാനെന്താ അങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പരാതി പറയാറുണ്ട്. പക്ഷെ ആ പരാതി പറയാൻ പോലുള്ള ഒരു അവകാശം നമുക്കുണ്ടോ? നമ്മൾ ഫ്രീ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചോദിക്കാതെ പഠിച്ചവൻ തരുന്നുണ്ട്. ഈ പരീക്ഷണം മാത്രം വരുമ്പോ നമ്മൾ പഠിച്ചവനെ കുറിച്ച് ഓർക്കുക. പിന്നെ അല്ലാതെ സമയത്ത് നമ്മൾ പഠിച്ചവന്റെ വായു, വെള്ളം, ഫുഡ് അതൊക്കെ ഫ്രീ ആയിട്ട് ഇങ്ങനെ പിന്നെ ആസ്വദിക്കുക. അതിനൊന്നും നമ്മൾ ശുക്ർ ചെയ്യുന്നുണ്ടോ? ഇപ്പൊ പിന്നെ ഒരു ബോധം വന്നിട്ട് പലപ്പോഴും ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാവും. പിന്നെ പണ്ടൊന്നും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. പിന്നെ പരീക്ഷണം വരുന്ന സമയത്താണെങ്കിലും അപ്പൊ നമ്മളെ സന്തോഷത്തിൽ നമ്മൾ പഠിച്ചവനെ ഓർക്കുകയാണെങ്കിൽ ദുഃഖത്തിൽ പഠിച്ചവൻ നമ്മളെ ഓർക്കും. അപ്പൊ അങ്ങനെ പല ലെവലില് നമ്മളിപ്പോ എഡ്യൂക്കേഷൻ ലെവലിൽ ഇപ്പം കല്യാണത്തിന്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം മാതാപിതാക്കൾ തമ്മിലുള്ള എഡ്യൂക്കേഷനിൽ കുറവുണ്ടാവും. പിന്നെ അതുപോലെ പിന്നെ അപ്പോ സംഭവിക്കുന്നത് എന്താ വെച്ചാല്, ഹസ്ബൻഡ് പറയുന്ന പിന്നെ വൈഫിന് മനസ്സിലാവില്ല, വൈഫ് പറയുന്ന ഹസ്ബൻഡിന് മനസ്സിലാവില്ല. പിന്നെ ഇവക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് ഹസ്ബൻഡ് പറയും. പിന്നെ അപ്പം പിന്നെ ഒന്നും പറയണ്ടല്ലോ, നാം മിണ്ടാതിരിക്കുക. അപ്പൊ അതുപോലെ തന്നെ നിനക്ക് ഇപ്പൊ എന്ത് പറഞ്ഞാൽ മനസ്സിലാവുക, പിന്നെ ഞാനിപ്പോ ഇന്നും പറഞ്ഞിട്ട് എനിക്ക് കാര്യമില്ല എന്നൊക്കെയാണ് പല പിന്നെ ഹസ്ബൻഡ് വൈഫിനോട് പറയാന്ന് കേൾക്കാറുണ്ട്. എനിക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ തിരിച്ചും ഉണ്ടാവാ, പിന്നെ തിരിച്ചുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ എന്ത് ചെയ്യും, മിണ്ടില്ല. പിന്നെ വീട്ടിലുള്ള അടുക്കള സാധനം തീർന്നാ പറയും, പിന്നെ അത്യാവശ്യം മക്കളെ കാര്യങ്ങൾ പറയും, സംസാരം അതുകൊണ്ട് അവസാനിച്ച്. ഇനി മക്കളെ കാര്യങ്ങള്, മക്കൾ എങ്ങോട്ടാ പോകുന്നതെന്ന് പിന്നെ ജോലിക്ക് വന്ന് പിതാക്കന്മാർക്ക് അറിയണ്ടാവില്ല. അവര് രാവിലെ ജോലിക്ക് പോകും, അപ്പൊ മക്കളെ പിന്നെ എണീറ്റുണ്ടാവില്ല. പിന്നെ വൈകുന്നേരമോ രാത്രിയോ അവർക്ക് തോന്നുന്ന സമയത്ത് വരും. അപ്പൊ പിന്നെ മക്കളെ കിടന്നുറങ്ങിയിരിക്കും. മക്കളെ കാര്യങ്ങളൊന്നും അറിയണ്ട. വീട്ടില് മക്കൾക്ക് ഫുഡ് കിട്ടുന്നുണ്ടോ, പിന്നെ സ്കൂളിലെ ഫീസ് അടക്കുന്നുണ്ടോ, ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാവും. ഉമ്മമാരാണെങ്കിൽ മക്കൾക്ക് നേരാനേരം ഭക്ഷണം കൊടുക്കുന്നുണ്ടാവും. പിന്നെ പിന്നെയും കുറച്ചും കൂടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ഉമ്മമാരെ ഉണ്ടാവുക. അപ്പൊ ഉമ്മമാർക്ക് എഡ്യൂക്കേഷൻ കുറവുണ്ട് എന്ന് വിചാരിച്ചിട്ട് അവർക്ക് ആവശ്യമുള്ള ഉപദേശം, അവർക്ക് ആവശ്യമുള്ള താങ്ങോ, അവർക്ക് എന്താണ് ആവശ്യം അവരെയും കൂടി പിന്നെ വളർത്തി കൊണ്ടുവരാൻ ഈ പിതാക്കന്മാര് ശ്രദ്ധിക്കൂല. അപ്പൊ മക്കൾ എന്താ പറ്റുക, മക്കളും അതേ ലെവലിൽ തന്നെ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ വിശ്വാസം, ആദർശ കാര്യങ്ങളില് അപ്പൊ നമ്മളൊക്കെ ചുറ്റുപാട് പലരും ഉണ്ടാവും ഇങ്ങനെ പിന്നെ പല ആദർശങ്ങളില്. അപ്പൊ പിന്നെ ഇപ്പൊ ഷിർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവരുടെ കൂടെയൊക്കെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസമായിരിക്കും. അവരുടെ വീട്ടിൽ ജീവിക്കുക എന്നൊക്കെ പറഞ്ഞാല്, അപ്പൊ അതൊന്നും നമുക്ക് പറ്റാത്ത ആളാണെങ്കിൽ അപ്പൊ എന്നും പിന്നെ അടിയും കച്ചറയും ഒക്കെ ആയിരിക്കും, കോൺഫ്ലിക്റ്റ് ആയിരിക്കും മുഴുവനും ഉണ്ടാവുക. അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മള് പിന്നെ ജീവിതം മുന്നോട്ട് പോവാന്നുള്ളത്, ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നടക്കുക എന്നുള്ളത് അവിടെ പിന്നെ ഭയങ്കര പ്രയാസമായിരിക്കും. അതുപോലെ തന്നെ സോഷ്യൽ സ്റ്റാറ്റസ്, പിന്നെ നല്ല വിദ്യാഭ്യാസം ഉണ്ട്, നല്ല പിന്നെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അപ്പം ഭാര്യക്ക് അതില്ല, അല്ലെങ്കിൽ ഭർത്താവിന് തിരിച്ചതില്ല ഒക്കെ ആണെങ്കിൽ ആ ഒരു പിന്നെ അതിലും ഉണ്ടാവും ഒരു എന്താ പറയുക വിമുഖത നമ്മൾ കാണിക്കും. അന്ന് അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ഇപ്പൊ ഇങ്ങനെ ഹൈ ആണല്ലോ, അപ്പൊ അവളോട് പറഞ്ഞിട്ട് എന്താ കാര്യം, അവൾക്കാണെങ്കിൽ ഒരു എന്തും അറിയില്ല.
പിന്നെ തിരിച്ചും ഉണ്ടാവേ. തിരിച്ചാണിപ്പോ കൂടുതൽ ഉള്ളത്. പക്ഷെ ഇതൊക്കെ പിന്നെ പണ്ടത്തെ കാലത്തേ നടക്കുള്ളൂ. ഇപ്പത്തെ കാലത്ത് കുട്ടികള് വെട്ടൊന്ന് മുറി 2 അത്രേ ഉള്ളൂ. പിന്നെ ഇപ്പൊ പിന്നെ കല്യാണം കഴിക്കുകയാണെങ്കിൽ തന്നെ അവർക്ക് കുറേ ഡിമാൻഡ്സ് ഉണ്ടാവും. പിന്നെ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ആ ഡിമാൻഡ്സ് ഒക്കെ അറിഞ്ഞിട്ട് മനസ്സിലാക്കിയിട്ടേ കല്യാണം കഴിക്കുള്ളൂ. ഇനി കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ഇവർക്ക് എന്തെങ്കിലും ഒന്ന് പറ്റാതെ ആയിട്ടുണ്ടെങ്കിൽ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറുണ്ടാവില്ല. അഡ്ജസ്റ്റ്മെന്റ് അണ്ടർസ്റ്റാൻഡിംഗ് ഒന്നും നടക്കൂല. അവര് മതി ഒഴിവാക്കുക പോവാ, അത്രേ ഉള്ളൂ. എത്ര എത്ര പിന്നെ ഡിവോഴ്സ് കേസുകളാണ് ഇങ്ങനെ കൂടി വരുന്നത്. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കുറവായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മളെ കമ്മ്യൂണിറ്റിയിലും ഉണ്ട്. പിന്നെ ഡിവോഴ്സ് കേസ് കൂടി വരുന്നുണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ചാല് പിന്നെ നമുക്കിതൊരു പരീക്ഷണമാണ്, നമ്മൾ ഇതില് പിടിച്ചു നിൽക്കേണ്ടതാണ് എന്നുള്ളത് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമാണ്. ഇപ്പോ പിന്നെ വൈവാഹിക ജീവിതത്തിലാണ് നമ്മൾ ഒക്കെ പിന്നെ ഒരു ലെവലിലെത്തിയ ആൾക്കാരായിരിക്കും. പക്ഷെ പിന്നെ എനിക്ക് തോന്നുന്നുണ്ടെന്നാണ് വിവാഹ ജീവിതത്തിന്. അത് ഒരു ബ്ലൂമിങ് സ്റ്റേജ് ഉണ്ടാവും പണ്ട്, പിന്നെ കല്യാണം കഴിഞ്ഞ പാടുള്ള ഒരു സ്റ്റേജ്. അപ്പൊ ആ കാര്യത്തിൽ ഹസ്ബൻഡ് പറയുന്ന വൈഫിന് മനസ്സിലാവും, വൈഫ് പറയുന്ന ഹസ്ബൻഡിന് മനസ്സിലാവും. എല്ലാം നല്ല രീതിയിൽ അങ്ങനെ സ്മൂത്ത് ആയിട്ട് പോകും. പിന്നെ മക്കള് കാര്യങ്ങളൊക്കെ വരുമ്പോ പിന്നെ എല്ലാ കാര്യത്തിലും ഉള്ള പിന്നെ പുറത്ത് വരിക, എല്ലാവരുടെയും എല്ലാ പിന്നെ സ്വഭാവങ്ങളും ആ ടൈമിലാണ് പുറത്ത് വരിക. ഈ ബ്ലൂമിങ് സ്റ്റേജിൽ അതൊന്നും പുറത്ത് കാണിക്കില്ല. ഒരു പിന്നെ എന്താ പറയാ, ഒരു കമുകന്മാരെ സ്റ്റേജിലായിരിക്കും അന്നേരം ഉണ്ടാവുക. പിന്നെ ഇത് കഴിഞ്ഞ് മക്കളുണ്ടായി കഴിയുമ്പോഴാണ് എല്ലാ കാര്യങ്ങളും പുറത്ത് വരിക. സ്ട്രെസ്, സ്ട്രെയിന്. അപ്പോൾ കുട്ടികള് പിന്നെ വളർത്തുമ്പോഴുള്ള എല്ലാ കാര്യങ്ങളൊക്കെ വരും. അപ്പോഴാണ് ആ ഒരു സ്റ്റേജ് കഴിഞ്ഞ് കിട്ടുക എന്നുള്ളതാണ് എല്ലാവരുടെ ജീവിതത്തിലും ഫേസ് ചെയ്യുന്ന ഒന്നാമത്തെ വെല്ലുവിളി. പിന്നെ ആ ഒരു സ്റ്റേജ് ഏറ്റവും നന്നായി പിന്നെ ഫേസ് ചെയ്ത ആൾക്കാർ നല്ല വൈഫ് ഹസ്ബൻഡായിട്ട് പിന്നീടുള്ള കാലത്ത് ജീവിക്കും. അല്ലാത്തവര് പിന്നെ തെറ്റിപ്പിരിഞ്ഞ് രണ്ടായി വഴിക്ക് പോയിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു സ്റ്റേജ്, മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാല് നമുക്ക് മനസ്സിലായി, ആളെ മനസ്സിലായി, പിന്നെ പരസ്പരം മനസ്സിലാക്കി ഉൾക്കൊണ്ട്. പിന്നെ ഇപ്പം മൂന്നാമത്തെ സ്റ്റേജിൽ പിന്നെ അടി കച്ചറൊന്നും കൂടേണ്ട കാര്യം ഉണ്ടാവില്ല. അറിയാം ഇയാൾ ഇങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ ഇവൾ ഇങ്ങനെ ആയിരിക്കും. അതുകൊണ്ട് ഇങ്ങനെ പിന്നെ പറഞ്ഞാലാണ് പിന്നെ ഇവക്ക് മനസ്സിലാവുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇങ്ങനെ പറഞ്ഞാലാണ് മനസ്സിലാവുക. അപ്പൊ ആ സ്റ്റേജ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എളുപ്പമായി കാര്യങ്ങൾ. അപ്പൊ ആ ഒരു പിന്നെ രണ്ടാമത്തെ സ്റ്റേജ് കഴിയാന്നുള്ളതാണ് ഏറ്റവും പിന്നെ ഒരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നാം. അപ്പൊ ആ സമയത്താണ് നമ്മൾ കൂടുതൽ പിന്നെ കപ്പിൾസ് തമ്മിൽ വഴക്കും വക്കാണൊക്കെ ഉണ്ടാവുക. അപ്പൊ പലരും അങ്ങനെ മാറി ചിന്തിക്കുകയും പിന്നെ മനസ്സിലാക്കുകയും ചെയ്തിട്ടാണ് നമ്മളെ മുന്നേയുള്ള ആളുകൾ പിന്നെ അങ്ങനെ ചെയ്യേണ്ട കാര്യം ഉണ്ടായിട്ടില്ല. നമ്മളൊക്കെ പിന്നെ മുന്നോട്ട് പോയിട്ടുണ്ടാവും. ഇനി വരുന്ന ആളുകളും അതൊക്കെ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള ജീവിതം എളുപ്പമാവുള്ളൂ. അപ്പൊ അങ്ങനെയാണ് നമ്മളെ മക്കളെ പിന്നെ വളർത്തണമെങ്കിൽ അവർക്ക് ആവശ്യമായ ഒരു സമാധാന അന്തരീക്ഷം വീട്ടിലുണ്ടാവണം. എപ്പോഴും വഴക്കും വെക്കാനുള്ള വീട്ടിൽ വളരുന്ന മക്കള് അവരത് കണ്ടാ വളരുന്നത്. അപ്പൊ അവർക്ക് പിന്നെ കൂടുതലും പിന്നെ ജീവിതത്തോട്, അതായത് വൈവാഹിക ജീവിതത്തോട് തന്നെ വെറുപ്പും പിന്നെ ദേഷ്യവും ഒക്കെ വരും. അപ്പൊ നമ്മള് നല്ലൊരു അന്തരീക്ഷം ഉള്ള വീട്ടിലാണെങ്കിൽ അവർക്ക് പിന്നെ ഇനി ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഇങ്ങനെയാണ് എൻ്റെ ഉപ്പയും ഇങ്ങനെ ആയിരുന്നു, അപ്പോൾ പിന്നെ ഞാനും ഇങ്ങനെയൊക്കെ ആവാം എന്നുള്ളൊരു പിന്നെ ബോധം ഉണ്ടാവും. പിന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ വീട്ടിലുള്ള സംസാരങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ ആക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനിയും ആവാത്ത പിന്നെ എന്നെ കൂടെ ഉൾപ്പെടുത്തിയിട്ട് പറയാം, ഇനിയും അതിലേക്ക് എത്തിപ്പെടാത്ത പിന്നെ ആളുകളുണ്ട് എന്നെ പോലെ തന്നെ. പിന്നെ അപ്പൊ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പിന്നെ സ്വയം പ്രവർത്തിക്കുമ്പോൾ മാത്രമേ നമ്മുടെ വീട്ടിൽ അങ്ങനെയുള്ളൊരു സമാധാന അന്തരീക്ഷം നമ്മളെ മക്കൾക്ക് ഉണ്ടാവുകയുള്ളൂ. പിന്നെ നാലാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് പിന്നെ അത് പണ്ടത്തെ കാലത്താണെങ്കിൽ ഇപ്പൊ നടക്കില്ല. പണ്ടത്തെ കാലത്തുള്ള ഫാദേഴ്സ് എന്ന് പറഞ്ഞാല് പിന്നെ എല്ലാവരും അല്ല, പലരും പിന്നെ ഒരു അതോറിറ്റി മനോഭാവമാണ് കാണിക്കാറുള്ളത്. ഇത് ഞാൻ പറയാ, നിങ്ങൾ അനുസരിക്കുക, ഒരു അടക്കി ഭരിക്കുക. അതായത് വീട്ടിലുള്ള എന്ത് കാര്യമാണെങ്കിലും, സാമ്പത്തിക കാര്യമാണെങ്കിലും, എന്ത് സാധനം പിന്നെ ഇത്ര പൈസ കൊടുത്ത് ഇവിടുന്ന് വാങ്ങണം എന്ന് വരെ അവര് തീരുമാനിക്കും. പക്ഷെ വീട്ടിലുള്ള മറ്റുള്ള ആർക്കും അതിനുള്ള എന്തുണ്ടാവില്ല, യാതൊരു സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. ഉപ്പ പറയാ, മക്കള് ഭാര്യ കേൾക്കുക. ഭാര്യക്ക് പോലും അതിനൊന്നും പറയാനുള്ള, മറുത്തൊന്നും പറയാനുള്ള അവസരം പോലും കൊടുക്കാത്ത എത്രയോ പേരൻസ് കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അതൊന്നും നടക്കുന്നില്ല. കുട്ടികള് പിന്നെ പ്രത്യേകിച്ച് പെൺകുട്ടികള് പിന്നെ ഉപ്പമാരുമായിട്ടാണ് കൂടുതൽ അറ്റാച്ച്മെന്റ്.
അപ്പൊ പിന്നെ ഈ ബോയ്സ് ആണ് പിന്നെ ഉപ്പമാരായിട്ട് അത്ര അറ്റാച്ച്മെന്റ് ഉണ്ടാവാതിരിക്കാം. ബോയ്സിന് പൊതുവെ ഉമ്മമാരോടാണ് അറ്റാച്ച്മെന്റ് ഉണ്ടാവുക, ഗേൾസിന് പൊതുവെ ഉപ്പമാരോടാണ് അറ്റാച്ച്മെന്റ് ഉണ്ടാവുക. പക്ഷെ പണ്ടത്തെ കാലത്ത് പിന്നെ ഈ പറയുന്ന പിതാക്കന്മാര് അതിനൊന്നും അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല. അവര് പിന്നെ എല്ലാവരും വിറപ്പിച്ച് നിർത്തിയിട്ട് പിന്നെ എല്ലാ കാര്യങ്ങളും നടത്തുക. എന്നാൽ മാത്രം അതാണ് ശരി എന്നാണ് അവര് പിന്നെ മുന്നേയുള്ള അവരുടെ ഉപ്പാന്റെ അടുത്തുനിന്നൊക്കെ അങ്ങനെയാണ് പഠിച്ചു വന്നിട്ടുണ്ടാവാം. അപ്പൊ ആ ഒരു മോഡലാണ് അവരെ മക്കളെയും വളർത്തുക. സ്നേഹം എന്നുള്ളത് പിന്നെ മക്കൾക്ക് പ്രകടിപ്പിക്കാനുള്ളതാണ്, അവര് മക്കൾക്ക് ഫീൽ ചെയ്യാനുള്ളതാണ് എന്നുള്ളത് പോലും അറിയാതെ എത്രയോ ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. പിന്നെ ഉള്ളിലുണ്ടാവും സ്നേഹം, പക്ഷെ അത് പ്രകടിപ്പിക്കൂല. പിന്നെ ഉം, അവസാനം അവസാനം മക്കള് അല്ലെങ്കിൽ വഴിതെറ്റി പോവുക, അല്ലെങ്കിൽ എവിടെയും പോവുക, അല്ലെങ്കിൽ മരണപ്പെട്ടു പോവുക. എന്നിട്ടൊക്കെ ആയിരിക്കും അറിയാം അവർക്ക് ഇത്രയും സ്നേഹം ഉണ്ടായിരുന്നുള്ളൂ. അതിനെ കൊണ്ട് വലിയ കാര്യം ഉണ്ടാവില്ല. അപ്പൊ നമ്മളെ മക്കൾ നമ്മളെ അടുത്തുണ്ടാവുമ്പോ, അപ്പൊ ഉമ്മയാണെങ്കിലും ഉപ്പയാണെങ്കിലും അവരെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട് എന്ന് അവർക്ക് ഫീൽ ചെയ്യണം. എന്നാൽ മാത്രമേ അതിന് കാര്യമുള്ളൂ. അപ്പോ ഈ നാലാമത്തെ പറഞ്ഞ റീസണ് ഇന്നത്തെ കാലത്ത് അത്ര പിന്നെ ഇതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, ഇമ്പോർട്ടൻസ്. കാരണം എന്ന് വെച്ചാല് ഈ പിതാക്കന്മാര് ഇപ്പൊ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. അപ്പോ എൻ്റെ ഉപ്പക്ക് ഒരു പ്രവാസിയായിരുന്നു എൻ്റെ ഉപ്പ. പക്ഷെ ഞാൻ കുറച്ച് അത്ര മോഡേൺ ഒന്നല്ല, അത്ര ന്യൂജനൊന്നല്ലേ. പിന്നെ എന്നാലും ഉപ്പ ഭയങ്കര ന്യൂജനായിരുന്നു എൻ്റെ ഉപ്പ. പിന്നെ ഇതായിട്ട് പറയല്ലേ, ഇപ്പൊ മരിച്ചുപോയി, എന്നാലും ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ പിന്നെ ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയാ. പക്ഷെ ഇപ്പോഴത്തെ പാരന്റ്സ് ഒക്കെ അങ്ങനെ തന്നെയാണ് മിക്കവാറും. പിന്നെ എൻ്റെ ഉപ്പ ഞാൻ കാത്തിരിക്കുന്നത്, പിന്നെ വരാൻ വേണ്ടി കാത്തിരിക്കുന്നത് കുറെ ടോയ്സ് കൊണ്ടുവരും, പിന്നെ അതൊക്കെ കൊണ്ടുത്തരും. എന്നാലും ഉപ്പ ഞങ്ങളെ കൂടെ കളിക്കും അതാണ് ഞങ്ങൾ കാത്തിരിക്കാറുള്ളത്. പിന്നെ എല്ലാ കളിയിലും പിന്നെ ഉപ്പയും കൂടി കൂടും, അങ്ങനെ കൂടെ കളിക്കും. പിന്നെ എന്ത് കാര്യത്തിനും കൂടെ ഉണ്ടാവും. പിന്നെ ഇപ്പൊ കൂടെ പഠിക്കാനാണെങ്കിലും കളിക്കാനാണെങ്കിലും എല്ലാ കാര്യത്തിനും പിന്നെ ഞങ്ങൾ കൂടെ ഉണ്ടാവും. അപ്പോൾ അതാണ് ഞങ്ങൾ പ്രതീക്ഷിച്ച് ഇരിക്കാറുള്ളത്. അതുപോലെ തന്നെ നമ്മളെ മക്കളും പിന്നെ നമ്മളെയും പ്രതീക്ഷിക്കുന്നുണ്ട് അവരുടെ കൂടെ കളിക്കാൻ. ഇപ്പോൾ വലിയ കുട്ടികളാണെങ്കിലും കുറച്ച് മുതിർന്നാലും ശരി, അവർക്ക് ഇൻഡോർ ഗെയിംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് അവരുടെ കൂടെ കളിക്കാം. പിന്നെ പലപ്പോഴും നമുക്കൊന്നും പിന്നെ അതിന് സമയം ഉണ്ടാവില്ല, അതിന് സമയം കണ്ടെത്താൻ ശ്രമിക്കാറുമില്ല. പക്ഷെ ഇതൊക്കെ കുട്ടികൾക്ക് പിന്നെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഞാനൊക്കെ എപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു സംഭവമാണത്. ഇപ്പാന്റെ കൂടെ ഒന്ന് കളിച്ചത്, ഇപ്പാന്റെ കൂടെ പിന്നെ ഏഹ്, എന്തൊക്കെ തമാശകൾ ഒപ്പിച്ചത്, അതൊക്കെയാണ് നമ്മളെ ജീവിതത്തിൽ ഇപ്പോഴും ഞാൻ ഓർത്തിരിക്കുക എന്ന് പറഞ്ഞാല്. അപ്പൊ നമ്മളെ കുട്ടികളും അങ്ങനെ തന്നെ ആയിരിക്കും. അവർക്ക് അതായിരിക്കും പിന്നെ ഭാവിയിൽ ഉണ്ടാവുക. അത്രയും സ്നേഹത്തോടെ എൻ്റെ ഉപ്പ അല്ലെങ്കിൽ എൻ്റെ ഉമ്മ എന്നെ വളർത്തി. അതായത് നമുക്കാർക്കും അവർക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഹിദായത്ത് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഹിദായത്ത് കൊടുക്കാൻ പറ്റില്ല. ഹിദായത്ത് അൽഹാദി എന്ന് പറഞ്ഞാൽ അള്ളാഹു ആണ്. അപ്പൊ അതിലേക്ക് വഴി കാണിച്ചു കൊടുക്കാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ വരും തലമുറക്കും അള്ളാഹു നല്ല പിന്നെ വഴി കാണിച്ചു തരും. നമ്മളെല്ലാവരെയും ഹിദായത്തിലാക്കുകയും ചെയ്യട്ടെ. ആമീൻ. അപ്പം ഇപ്പൊ മക്കളുടെ ഉള്ളിൽ ഈ സ്നേഹത്തിന് വേണ്ടി ഒരു പിന്നെ എന്തൊക്കെ കൊടുത്താലും പടച്ചോന് ഉണ്ട്. പടച്ചോന് വെച്ച്, അതായത് അള്ളാഹുവിനെ വെച്ച് ഫില്ല് ചെയ്യുന്ന പിന്നെ ഒരു ഗ്യാപ്പ് എല്ലാവരുടെ ഉള്ളിൽ ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും, നമ്മൾ എവിടെയൊക്കെ പോയി കഴിഞ്ഞാലും പിന്നെ നമുക്ക് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യണമെങ്കിൽ അത് നമ്മൾ പടച്ചോന് പിന്നെ ഓർമ്മിച്ചു കൊണ്ട് മാത്രമേ നമുക്കത് ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളെ മക്കൾക്കും നമ്മളത് പിന്നെ പകർന്നു കൊടുക്കണം. അങ്ങനെ ഒരു കാര്യം ഉണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് മക്കള് പിന്നെ അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ അവർക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ. പിന്നെ ഒരു കാര്യമുള്ളത്, ഇപ്പോൾ അഞ്ചാമത്തെ കാര്യമായിട്ട് പറയുകയാണെങ്കിൽ മോഡ്സ് ഓഫ് എന്റർടൈൻമെന്റ്സ് ഹാവ് കമ്പൈൻഡ് വിത്ത് ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് ടു വീക്കൻ ഫാമിലി ബോൺസ്. അതായത് പിന്നെ ഇപ്പോഴത്തെ ടെക്നോളജി ലൈഫാണ്, നമുക്കറിയാം. ഓരോരുത്തരും ഓരോ പിന്നെ മുറിയുടെ ഉള്ളിൽ തലകുനിച്ച് പിന്നെ ഫോണിൽ നോക്കി ഇരിക്കുകയാണ്. ആർക്കും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്ത് വേണമെങ്കിലും പിന്നെ നമുക്ക് ഫോണിൽ കിട്ടും. ഇപ്പൊ ഫുഡ് വേണം, നമുക്ക് ഓർഡർ ചെയ്താൽ കിട്ടും. പിന്നെ ആരോടെങ്കിലും പുറത്തു പോകുമ്പോൾ വഴി ചോദിക്കണം, വേണ്ട, നമ്മള് മാപ്പ് എടുത്ത് നോക്കിയാൽ മതി, അതും ചോദിക്കണ്ട. ഇനി നമുക്ക് എന്താ സംശയം ഉണ്ടോ? നമുക്കുണ്ട്, കയ്യിലുണ്ട്, ജെമിനി ഉണ്ട്, പിന്നെ GPT ഉണ്ട്, അതിനോട് ചോദിക്കാം. എന്തിനും നമുക്ക് അതായത് വിരൽത്തുമ്പിൽ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കുറച്ച് പിന്നെ
ഹൈ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് ഉള്ളവരാണെങ്കിൽ അവരുടെ പിന്നെ അവർക്ക് മെയ്ഡ് ഉണ്ടാവും വീട്ടില്, കുട്ടികളെ നോക്കാൻ മെയ്ഡ് ഉണ്ടാവും. അപ്പോൾ ഉമ്മയും ഉപ്പയും അവരുടെ തിരക്കും കാര്യങ്ങളായിട്ട് പോയിട്ടുണ്ടാവും. അപ്പൊ മെയ്ഡാണ് ഇവർക്ക് ഫുഡ് കൊടുക്കുക, അവരെ നോക്കുക, അവരെ കാര്യങ്ങളൊക്കെ നോക്കുക. പക്ഷേ പിന്നെ കുട്ടികൾക്ക് പിന്നെ ഇത് മാത്രല്ല ആവശ്യം, കുട്ടികൾക്ക് നമ്മളെ പിന്നെ മാതാപിതാക്കളുടെ ശ്രദ്ധ ആവശ്യമാണ്, അവരുടെ ടൈം ആവശ്യമാണ്. ഇതൊന്നും നമ്മൾ ആ സമയത്തൊന്നും ചിന്തിക്കില്ല. പിന്നെ ചിന്തിച്ചിട്ട് പിന്നെ അതിന്റെ സമയം കഴിഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പം പിന്നെ പൊതുവേ ഈ ഇങ്ങനത്തെ പിന്നെ ടെക്നോളജി ഇങ്ങനെ ഹൈ ആയിട്ട് നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മളൊക്കെ എല്ലാവരും ഒരു പിന്നെ നമ്മൾ സ്വയം ചുറ്റും ഒരു പിന്നെ വലയുണ്ടാക്കിയിട്ടിരിക്കുക. പിന്നെ പരസ്പരം ഒന്നും പിന്നെ സംസാരിക്കാനുള്ള സമയമില്ല. അപ്പോൾ നമ്മളൊക്കെ തന്നെയാണെങ്കിൽ നമുക്ക് ക്ലാസ് ഉണ്ടാവും, അതുമായിട്ട് ഫോണായിട്ട് ക്ലാസ്സിന്റെ പേരും പറഞ്ഞ് ഫോണായിട്ട് നമ്മളിരിക്കും. അതുപോലെ തന്നെ കുട്ടികൾ പിന്നെ വേറെ എന്തെങ്കിലും ആയിട്ട് കുട്ടികളും ഇരിക്കും. കുട്ടികൾ ഇങ്ങനെ വന്ന് അമ്മ ഇന്ന കാര്യം പറയേ എന്ന് പറഞ്ഞാൽ നമുക്ക് സമയം ഉണ്ടാവില്ല. ഞാൻ ക്ലാസ് കേൾക്കാണ്, അല്ലെ പഠിക്കാണ്, എഴുതാണ്. അപ്പോൾ നമ്മളും ഫോണിൽ തന്നെയാണ്. അപ്പോൾ കുട്ടികൾ വിചാരിക്കും ഇത് തന്നെയാണ് നല്ലത്, ഫോണിലിരിക്കുക. അപ്പോൾ കുട്ടികളും അതിന്റെ വഴി തിരഞ്ഞെടുക്കും. അതല്ലാതെ നമ്മളും അതിൽ നിന്ന് പുറത്ത് കടക്കാൻ വേണ്ടി ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. എല്ലാം നമ്മൾ യൂസ് ചെയ്യുകയും ചെയ്യാം, മിസ്യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പൊ ഈ നമ്മളിപ്പോ ഈ ഫോൺ തന്നെ നമുക്ക് ഇന്ന് ക്ലാസ് നമുക്ക് കേൾക്കാൻ കഴിയുന്ന തന്നെ നമുക്ക് എങ്ങനെയാ ഈ ഫോൺ ഉള്ളത് കൊണ്ടാണ്. അപ്പൊ നമുക്ക് ആ ഫോൺ നല്ല രീതിയിൽ ഉപയോഗിക്കാം, മോശം രീതിയിലും ഉപയോഗിക്കാം. അപ്പൊ കുട്ടികളുടെ കാര്യമായാലും ശരി, ഇപ്പൊ വലിയ ആളുകളുടെ കാര്യമായാലും ശരി. അപ്പം പണ്ടൊക്കെ ഗ്രാൻഡ് പാരൻസ് ഉള്ള വീട്ടില് കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുക, കുട്ടികളെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക, ഒരു ശ്രദ്ധ ഉണ്ടാവും. അപ്പോൾ ഇപ്പോഴത്തെ ഗ്രാൻഡ് പാരൻസിനൊന്നും അതിനൊന്നും സമയമില്ല. അവർക്ക് ഫുൾ ടൈം ഫോണിലുണ്ട്. പാരൻസിന് സമയമില്ല, അത് വേറെ ഉണ്ട്. ഗ്രാൻഡ് പാരൻസിനും പോലും സമയമില്ല. അവർക്കും അവരുടേതായ ഫോണുണ്ട്, ക്ലാസ് ഉണ്ട്, പഠനമുണ്ട്, അല്ലെങ്കിൽ ചിലർക്ക് എന്റർടൈൻമെന്റ് ഉണ്ട് അവരുടേതായ. അപ്പൊ അതിലൊക്കെ ഇങ്ങനെ മുഴുകിയിരിക്കുക. അപ്പൊ എല്ലാ കുട്ടികളും ചുറ്റും കാണുന്നത് മുഴുവൻ ഇതാണ്. അപ്പൊ കുട്ടികളും വിചാരിക്കും തന്നെ ശരി, ഞാനും ഇതിങ്ങനെ തന്നെ തുടർന്ന് പോയേക്കാം. അപ്പൊ ഇതിന്റെ അതിപ്രസരം കാരണമാണ് പലപ്പോഴും നമ്മുടെ വീട്ടില് സംസാരം പിന്നെ ഇല്ലാതായി പോകുന്നത്. സംസാരിക്കാന് നമ്മൾക്ക് എന്തിനാവശ്യമില്ല, മനുഷ്യന്മാരെ ആവശ്യമില്ല. നമുക്ക് പിന്നെ എന്തുണ്ട്, ഫോണുണ്ട്. അതില് ഓൺലൈനായിട്ട് കുറെ ഫ്രണ്ട്സ് ഉണ്ടാവും. അവര് ഫേക്ക് ആണോ അല്ലെങ്കിൽ പിന്നെ ഉള്ളതാണോ അതൊന്നും അറിയണ്ട. അതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറേ ഇല്ല. പലപ്പോഴും കുട്ടികളൊക്കെ പിന്നെ പല കെണിയിലും പെട്ടുപോകുന്നത് വീട്ടില് ഇത്തരം സംസാരങ്ങളുടെ അഭാവം തന്നെയാണ്. വീട്ടില് ചോദിക്കാനും പറയാനും പിന്നെ മനസ്സിലാക്കാനും ആരും ഉണ്ടാവില്ല. അപ്പൊ പിന്നെ കുട്ടിക്ക് പിന്നെ അവർക്ക് ഏറ്റവും ഈസി ആയി കിട്ടുന്നത് എവിടെയാണോ അവരവിടെ എത്തിപ്പെടും. അത് നല്ലതാണോ ചീത്തയാണെന്ന് തിരിച്ചറിയാന് അവർക്ക് കഴിഞ്ഞോളണമെന്നില്ല. അത് പറഞ്ഞു കൊടുക്കാന് ഉള്ള അവസരം നമുക്ക് ഉണ്ടാവാം, പക്ഷെ നമ്മളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ എല്ലാ അവസരവും നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് ചിന്തിച്ചിട്ട് പിന്നെ കാര്യം ഉണ്ടാവില്ല. അപ്പൊ എല്ലാ വീടുകളിലും പിന്നെ നമ്മള് എപ്പോഴും ഒരു കോൺഷ്യസ് ആയിരിക്കുക, നമ്മളെ മക്കളെ കാര്യത്തില് എപ്പോഴും നല്ല ശ്രദ്ധ ഉണ്ടായിരിക്കുക. അപ്പോൾ പിന്നെ പല അവിടെ തമ്മിൽ ഇപ്പൊ കുട്ടികൾ തമ്മിൽ തന്നെ പല ലാംഗ്വേജും ഉണ്ട്. നമുക്ക് പിന്നെ കുറച്ച് ഓൾഡാണ്, നമുക്കതൊന്നും മനസ്സിലാവുന്നില്ല അവര് യൂസ് ചെയ്യുന്ന ലാംഗ്വേജ്. അപ്പോൾ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ പിന്നെ തന്നെ അത് യൂസ് ചെയ്യുന്ന കാണുമ്പോൾ നമ്മളിങ്ങനെ ചോദിക്കും ഇതെന്താണ്, പിന്നെ ഇത് ഇതെന്ത് ലാംഗ്വേജ് ആണ് നമ്മൾ ചോദിച്ചോ. പക്ഷെ എന്നാ ചോദിക്കും ഉമ്മക്ക് ഇതൊന്നും അറിഞ്ഞൂടാ, ഉമ്മ ഭയങ്കര ഓൾഡാണല്ലേ, അങ്ങനെ പറയാം. അപ്പൊ നമുക്ക് അതൊന്ന് പെട്ടെന്ന് ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ പറ്റണമെങ്കിൽ നമ്മൾ അവരുടെ കൂടെ തന്നെ ആയിരിക്കണം. അപ്പൊ അവർക്ക് അവരുടേതായ കുറെ കാര്യങ്ങൾ അവരുടെ ചുറ്റുപാടൊന്നും കിട്ടുന്നുണ്ട്. പിന്നെ നമ്മളതൊന്നും അറിയുന്നില്ല. എന്റെ മോള് തന്നെ 8 വയസ്സ് ഉണ്ട് മൂത്ത ആൾക്ക്. അവള് പിന്നെ 8 വയസ്സ് അതിന് മുന്നേ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ പുള്ളി ഒരു ഇസ്ലാമിക അന്തരീക്ഷത്തിലുള്ള സ്കൂളിലൊക്കെയാണ് പഠിക്കുന്നതെങ്കിലും ഇപ്പൊ അവളുടെ പിന്നെ ചോദ്യങ്ങളൊക്കെ പിന്നെ എന്താ പറയുക, പഠിച്ചതിനെ പറ്റി മറ്റു മതങ്ങളെ പറ്റി ഇതൊക്കെ ചോദിക്കുന്നത്. പിന്നെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ന് വെച്ചാല് നമുക്ക് ഒറ്റയടിക്ക് ആൻസർ കൊടുക്കാൻ പറ്റാത്ത തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ കുട്ടികൾ ചോദിക്കാം. അപ്പോ അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ കുട്ടികൾക്ക് വരുന്നത് അവിടെ ചുറ്റുപാടുന്ന ആണ് അവർക്ക് പിന്നെ കിട്ടുന്നത് അതിനുള്ള പിന്നെ നോളജ്. അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാം, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം. അപ്പം ചുറ്റുപാടും പിന്നെ എല്ലാവരും
പല രീതിയിലുള്ള ചതിയാണ് കുട്ടികൾക്ക് പിന്നെ ഉള്ളത്. പല രീതിയിൽ നമ്മൾ വിചാരിക്കുക കൂടി ചെയ്യാത്ത രീതിയിലാണ് പിന്നെ കുട്ടികൾ കാര്യങ്ങൾ പോകുന്നത്. ചെറിയ ചെറിയ ക്ലാസ്സിലുള്ള കുട്ടികൾ വരെ പല രീതിയിൽ പിന്നെ എന്താ കാര്യങ്ങൾ വന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ വിചാരിക്കും ഇത്രയും എന്താ പറയാ ഇത്രയാണ് എത്തിയോ ലോകം. അപ്പോ നമ്മൾ ഇപ്പോ അതൊന്ന് കുട്ടികൾക്ക് കിട്ടാൻ യാതൊരു പ്രയാസവും ഇല്ല. അപ്പൊ അവര് ചർച്ച ചെയ്യുന്നത് അവരെ പിന്നെ വീട്ടില് മറ്റുള്ള കുട്ടികൾ പിന്നെ വീട്ടിലുണ്ടാവും, കസിൻസോ അല്ല വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. അപ്പൊ അവര് പിന്നെ കാണുന്നുണ്ടാവും, വലിയ കുട്ടികളുണ്ടാവും. അപ്പൊ അടുത്തുനിന്ന് കിട്ടുന്ന നോളജ് അവര് ക്ലാസ്സിൽ വന്ന് പറയും. ക്ലാസ്സിൽ നിന്ന് പിന്നെ അവര് കുട്ടികൾ പറയുമ്പോൾ അവര് പറയുന്നതാണ് ശരി എന്നങ്ങ് വിചാരിക്കും. അപ്പൊ അതൊക്കെ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ പിന്നെ മനസ്സിലാക്കുകയും പിന്നെ കുട്ടികളെ നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കുകയും അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ അതുപോലെ തന്നെയുള്ള ഒരു കാര്യം എന്ന് വെച്ചാല് പിന്നെ പിതാക്കന്മാര് വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് ഈ കുട്ടികളെ തർബീയത്തിൽ യാതൊരു റോളും ഇല്ല, എല്ലാം അമ്മമാര് ചെയ്താൽ മതി. പൈസ കൊടുക്കുക, പിന്നെ ആവശ്യത്തിന് പിന്നെ വിദ്യാഭ്യാസം കൊടുക്കുക, അതിനൊക്കെ ഞാൻ പണം ചെലവാക്കുന്നുണ്ടല്ലോ, എന്നാ പിന്നെ എൻ്റെ ഉത്തരവാദിത്തം അതോടെ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ പിന്നെ പൊതുവെ ഉള്ള ആളുകളെ. അല്ലാത്തവരുണ്ട് നല്ല രീതിയിൽ പിന്നെ കുട്ടികളെ തർബീയത്തിന്റെ പാതയിൽ നടത്തുന്ന പിതാക്കന്മാരുണ്ട്. പക്ഷെ പിന്നെ എൻ്റെ വീട്ടിലെ കുട്ടികളൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികള് ഈ സാറാ പിന്നെ ഞങ്ങളൊക്കെ ഇങ്ങനെ ഉപദേശിക്കും, തട്ടടണോ പിന്നെ മസ്ത് എങ്ങനെ കുത്തണം, താഴേക്ക് ഇടണം എന്നൊക്കെ പറയും. പക്ഷേ സാറ് പിന്നെ മക്കളങ്ങ് നടക്കുന്നത് കണ്ടാല് പിന്നെ പറയാൻ വേണ്ട എന്നൊക്കെ പറയും. അപ്പൊ ഞാൻ വിചാരിക്കും പരീക്ഷണം എല്ലാവർക്കും ഉണ്ടാവും, പക്ഷെ ഉപദേശിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ പിന്നെ അവർക്കുള്ള പരീക്ഷണം എന്ന് പറഞ്ഞാൽ അവരെ മക്കളിൽ വെച്ചിട്ടായിരിക്കും. പക്ഷെ ആർക്കും മറ്റുള്ളവരെ ഉപദേശിക്കാതിരിക്കാൻ പറ്റൂലല്ലോ. പക്ഷെ കുട്ടികൾ കാണുന്നത് എന്താണ്, നമ്മൾ പറയുന്നതല്ല അവരവിടെ പ്രവർത്തിക്കുന്നത് എന്നാണ് കുട്ടികൾ മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മൾ പറയുന്ന കാര്യം തന്നെ നമ്മൾ പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് കുട്ടികൾക്കും അത് പിന്നെ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും പറ്റുള്ളൂ. നമ്മളങ്ങനെ കുറെ പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പൊ നമ്മൾ എല്ലാവരും കുട്ടികൾക്ക് നല്ലൊരു റോൾ മോഡൽ ആവാ. വീട്ടില് നമ്മളെ സംസാര രീതി കൊണ്ട് എല്ലാവർക്കും നല്ലൊരു റോൾ മോഡൽ ആവുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പിന്നെ ഒരേ ഒരു കാര്യം. അപ്പൊ അങ്ങനെ മാത്രമേ നമ്മൾ സ്വയം മാറിയാൽ മാത്രമേ നമ്മളെ വീട് മാറുള്ളൂ, നമ്മുടെ സമൂഹം മാറുള്ളൂ. അങ്ങനെ മാത്രമേ നമുക്ക് ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. വേറെ ആരെയും മാറ്റാൻ നമുക്ക് പറ്റൂല. സ്വയം നമ്മളൊരു പിന്നെ കാൽവെപ്പ് ഇതിനു വേണ്ടി എടുത്താൽ മാത്രമേ നമ്മൾ എടുക്കുകയും നമ്മൾ അതിനുവേണ്ടി ദ്വാ ചെയ്യുകയും ചെയ്താൽ മാത്രമേ നമ്മൾ മാറുള്ളൂ. അല്ലെങ്കിൽ നാളെ നമ്മൾ ഖേദിക്കേണ്ടി വരും. അങ്ങനെയുള്ള ഖേദക്കാരിൽ നമ്മൾ ആരെയും ഉൾപ്പെടുത്താതിരിക്കട്ടെ. നാളെ അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ നമുക്കും നമ്മളെ മക്കൾക്കും ഇണകൾക്കും കുടുംബാംഗങ്ങൾക്കും വരും തലമുറകൾക്കും അള്ളാഹു വിധി കൂട്ടട്ടെ. ദീനിനെ മുറുകെ പിടിക്കുന്നവരായിക്കൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ സന്താനങ്ങളെയും ജീവിപ്പിക്കുകയും മരണം വരെ അത് നിലനിർത്താൻ ഞങ്ങൾക്ക് നീ അനുഗ്രഹിക്കുകയും ചെയ്യണം റബ്ബേ. ദീന്റെ പേരിൽ നമ്മൾ എടുക്കുന്ന ഓരോ സ്റ്റെപ്പിലും നീ ഞങ്ങളെ സഹായിക്കുകയും ഞങ്ങളെ വഴി നടത്തുകയും ചെയ്യണം റബ്ബേ. എല്ലാവർക്കും പിന്നെ നമ്മുടെ വീട്ടിലും ഏറ്റവും നല്ല സൗമ്യമായ വാക്കുകൾ പറയുന്നവരായിക്കൊണ്ട് നമ്മളെ പിന്നെ മൂസാ നബിയെ പിന്നെ അലൈഹിസ്സലാമിനെ ഫിറഔന്റെ അടുത്തേക്ക് പിന്നെ അള്ളാഹു അയച്ചപ്പോ അള്ളാഹു പറഞ്ഞത് നമുക്കറിയാം. സൂറത്ത് ത്വാഹയിൽ അള്ളാഹു പറഞ്ഞത് ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിന, എന്നിട്ട് നിങ്ങൾ അവനോട് സൗമ്യമായ വാക്ക് പറയുക. അതായത് പിന്നെ ഇത്രയും ഇത്ര നമ്മുടെ വീട്ടിലൊന്നും ഫിറഔന്റെ അത്ര എന്തായാലും മോശക്കാർ ആരും ഉണ്ടാവില്ല. അപ്പൊ ഫിറഔനോട് പോലും എന്താ അള്ളാഹു പറയാൻ പറഞ്ഞത്, ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിന, സൗമ്യമായ വാക്ക് നീ അവനോട് പറയുക, നിങ്ങൾ അവനോട് പറയുക. എങ്കിൽ അവൻ ഒരു വേള ചിന്തിച്ച് മനസ്സിലാക്കിയേക്കാം എന്നാ പറയുന്നത്. പക്ഷെ നമ്മളെ വീട്ടില് പിന്നെ പറയുന്ന ഭാഷ പിന്നെ സൗമ്യമായാണോ അല്ലെങ്കിൽ ഏറ്റവും പരുക്കനാണോ നമ്മൾ ചിന്തിക്കുക. അങ്ങനെ ഏറ്റവും നല്ല സൗമ്യമായ വാക്കുകൾ പറയാനും പിന്നെ അത് നമ്മുടെ മക്കൾക്കും വീട്ടിലുള്ള മറ്റുള്ളവർക്കും ചിന്തിച്ച് മനസ്സിലാക്കാനും പിന്നെ അള്ളാഹു അതിനുള്ള തൗഫീക്ക് നമുക്ക് പറയാനുള്ള തൗഫീക്ക് പിന്നെ നമുക്കും ചിന്തിച്ച് മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നമ്മളെ വീട്ടിലുള്ള എല്ലാവർക്കും അതുവഴി പിന്നെ നമ്മുടെ വീടും നമ്മുടെ സമൂഹവും പിന്നെ ഒരു നല്ലൊരു പിന്നെ സമൂഹമായി വളരാനും ഇസ്ലാമിന്റെ
ഇസ്സത്ത് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ച് മരിക്കുന്നവരിൽ നമ്മളെല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. السلام عليكم ورحمة الله وبركاته. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാ മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്. എന്താ പറയാ, വളരെ നന്നായിട്ട് തന്നെ ആഴത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ബാറക്കല്ലാ. ഒരുപാട് 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 ചിന്തിക്കാനും കുറെ ഉദാഹരണങ്ങളിലൂടെയും ഒക്കെ. സത്യം പറഞ്ഞാല്